മാനിക്കാത്തിടം ചെല്ലരുത്, മാനം വിറ്റ് ഉണ്ണരുത്, മലർന്നു കിടന്നു തുപ്പരുത്, ഇരിക്കും കൊമ്പ് മുറിക്കരുത്. ഞങ്ങൾ ഇനിയിപ്പോൾ കളക്ഷൻ വെളിവിടാൻ പോവുക എല്ലാ മാസവും. സകല കളക്ഷൻ ഇതാ ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പം ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്, വെള്ളിത്തിര. അതിൽ കൂടെ ഞങ്ങൾ എല്ലാ കളക്ഷനും വെളിവിടും. ഓരോ പടത്തിൻ്റെ കളക്ഷനും ഞങ്ങൾ വെളിവിടും. ഇവരൊക്കെ പറയുന്നത് 100 കോടി ഒരു പടം കാണിച്ചു തരട്ടെ, വെല്ലുവിളിക്കാൻ ഞാൻ ഇവിടുത്തെ ആർട്ടിസ്റ്റിനെ. 100 കോടി രൂപ ഷെയർ വന്ന പടം ഞങ്ങൾ ഷെയറാണ് കൂട്ടുന്നത്, അല്ലാതെ ലോകത്തുള്ള കോസ്റ്റ് ഒന്നും അല്ല കൂട്ടുന്നത്. ഷെയർ വന്ന 100 കോടി ക്ലബിൽ വന്ന ഒരു പടം പറയട്ടെ. ഇത് എന്തെന്നറിയോ, വെളിയിൽ നിന്ന് ഇവരെ ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കുന്നതാണ്. ഇത് 100 കോടി വന്നെന്ന് പറഞ്ഞാല് അടുത്ത ഈ താരങ്ങൾ, അത് തന്നെയാണ് താരങ്ങൾ പറയിപ്പിക്കുന്നതാണ് 100%. അല്ല ഇവിടെ ഒരു പ്രൊഡ്യൂസർ ആവശ്യപ്പെടില്ല, അവനറിയാം അവന്റെ ഗതികേട് എന്താണെന്നുള്ളത്. ഇപ്പൊ 100 കോടി ക്ലബ് എന്ന് പറഞ്ഞ് ഇവിടെ ആഘോഷിച്ചുകൊണ്ട് നടക്കുന്നത്. എന്നിട്ട് ഈ 100 കോടി എന്ന് പറഞ്ഞിട്ട് ഇവര് അങ്ങ് ഓരോ 5-10 കോടി കൂട്ടുക ഓരോ പടത്തിന്. പോരാത്തതിന് ഇവര് ഇത് മാത്രമല്ല, അവരുടെ റെമ്യൂണറേഷൻ പോരാത്തതിന് ഓവർസീസ് റൈറ്റും കൂടെ പിടിച്ചു വാങ്ങിക്കുകയാണ് പ്രൊഡ്യൂസറുടെ നിന്ന്. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. എവിടെ തുടങ്ങണം, എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല. ഈ സിനിമാക്കാർ നന്നാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മദ്രാസിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ, മദ്രാസിലെ നടികർ സംഘം എന്ന് പറഞ്ഞാൽ, ആൾക്കൂട്ടത്തിന് വരുന്ന സഹനടിയർ സംഘം, അവരെന്ന് പറഞ്ഞാൽ വളരെ യൂണിറ്റിയുള്ള ഒറ്റക്കെട്ടായി നിൽക്കുന്നവരാണ്. രജനീകാന്തിനെ പോലും പേടിക്കാത്തവരാണ് അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ്. ഇവിടെ 4-7 പേര് കാണുന്ന ഏതെങ്കിലും ഒരു നടന്റെ പിൻബലം കിട്ടുമെങ്കിൽ അവന്റെ കൂടെ നിന്നുകൊണ്ട് ആർക്കിട്ടും പണിയാനും, ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി, ബാക്കി ആരൊക്കെ നശിച്ചാൽ എനിക്കെന്തെന്ന് ചിന്തിക്കുന്ന അവസരവാദികളുടെ ഒരു കൂട്ടുകെട്ടാണ് മലയാള സിനിമ എന്ന് പറയാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ജൂൺ 1-ാം തീയതി, ഇന്ന് ഫെബ്രുവരി 14 ജൂൺ 1-ാം തീയതി 100 ദിവസങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ഒരു സമരം പ്രഖ്യാപിച്ചതാരാ? ഇപ്പോൾ അദ്ദേഹത്തെ ചെളിവാരി എറിയുന്ന, അണ്ണാ കൊടുക്കൈ എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച് പൃഥ്വിരാജൊക്കെ കിടന്ന് അട്ടഹസിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഉണ്ണി മുകുന്ദൻ, ഒരു കോമഡിയൻ നടനുണ്ടല്ലോ അജു വർഗീസ്, ഇവരൊക്കെ അർമാദിക്കുകയാണ് ആന്റണി പെരുമ്പാവൂരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്. എനിക്ക് പറയാനുള്ളത്, കണ്ണദാസൻ തമിഴിൽ MGR-ഉമായിട്ട് തെറ്റിയപ്പോൾ ജയലളിത എന്തോ ഒരു നുണ പറഞ്ഞു കൊടുത്ത് MGR-നെയും കണ്ണദാസനെയും തെറ്റിച്ചു. അന്ന് കണ്ണദാസൻ ഒരു പാട്ടെഴുതി, പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് ചോദിച്ചു ഗരുഡ സൗഖ്യമാണെന്ന്. കാരണം പരമശിവന്റെ കഴുത്തിൽ കിടക്കുമ്പോൾ പാമ്പിന് പേടിക്കണ്ടല്ലോ. അതുപോലെയാണെന്ന് ഞാൻ പറയുന്നു. ഇപ്പൊ ആന്റണി പെരുമ്പാവൂരിന് 30-40 സിനിമയൊക്കെ നിർമ്മിച്ചു, എല്ലാം മോഹൻലാലിനെ വെച്ചായതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ കഷ്ടതയൊന്നും അറിയേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹം തിയേറ്റർ ഉടമയാണ്, കണ്ടവൻ്റെ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങി അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് സിനിമ എടുക്കാൻ പറ്റുന്നു. പൊളിഞ്ഞാൽ മറ്റേ കൊടുത്തവന്റെ അമ്മേരെ വിധി എന്ന് വിചാരിക്കാം. പക്ഷെ ശരിയല്ല ആന്റണി പെരുമ്പാവൂരെ നിങ്ങൾ കാണിക്കുന്നത്, ഒട്ടും ശരിയല്ല. നിങ്ങളെപ്പോലെ ഒരാള് സുരേഷ് കുമാറിനെ ഒന്നും വിമർശിക്കാൻ വളർന്നിട്ടില്ല ആന്റണി. എന്നെങ്കിലും മോഹൻലാൽ ഫീൽഡ് ഔട്ട് ആവുകയോ, എന്നെങ്കിലും മോഹൻലാൽ നിങ്ങളെ പറഞ്ഞു വിടുകയോ ചെയ്താൽ അന്ന് തീരും ആന്റണി നിങ്ങളുടെ ഈ നെകളിപ്പ്. അത് ഓർക്കുന്നത് നല്ലതെന്ന് ഞാൻ പറയും. കാരണം മോഹൻലാൽ ആവാൻ മോശമല്ലാത്ത പണി ചെയ്ത ആളാണ് സുരേഷ് കുമാർ. ആ സുരേഷ് കുമാറിനെയൊക്കെ ഫേസ്ബുക്കിലൂടെ ആന്റണി പെരുമ്പാവൂർ സാർ വിമർശിക്കുന്ന കാണുമ്പോൾ, അതിന് പൃഥ്വിരാജ് അണ്ണാ കലക്കി ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന കാണുമ്പോൾ, അതിന്റെ പുറകെ ഉണ്ണി മുകുന്ദന്മാരും അജു വർഗീസുമാരും ഒക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്ന കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ പുച്ഛമാണ് തോന്നിയത് നിങ്ങളെയൊക്കെ കുറിച്ച്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടുന്ന ആളൊന്നും അല്ല സുരേഷ് കുമാർ. അലവലാതിയും അല്ല, പള്ളിക്കൊടുത്ത് പോകാത്തവനും അല്ല, ആരെങ്കിലും എർത്താറ്റ് നടന്ന് കാശുകാരനായതും അല്ല. നല്ല തന്തയ്ക്ക് പറഞ്ഞ
നല്ല നട്ടല്ലുറപ്പുള്ള നിർമ്മാതാവായിരുന്നു സുരേഷ് കുമാർ. സുരേഷ് കുമാറിന്റെ സെറ്റിലൊന്നും ഒരു പോക്കൃത്തിനും നടക്കില്ല, വിവരം അറിയും, അടിച്ച് പഞ്ചറാക്കും സുരേഷ് കുമാർ. അതുകൊണ്ടൊക്കെയാണ് അയാൾ ഇപ്പോൾ സിനിമാ നിർമ്മാണം നിർത്തിയെന്ന് തോന്നുന്നു. കാരണം വേണ്ട, മക്കളൊക്കെ വളർന്നില്ലേ, ഇനി നമ്മൾ അതിലേക്ക് ഒന്നും ഇറങ്ങണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സുരേഷ് കുമാറിനെ ചെളിവാരി എറിയുമ്പോൾ ആ സംഘടനയുടെ പ്രസിഡന്റ് ആൻഡോ ജോസഫാണ്. അദ്ദേഹം വായിലാകുന്നിലപ്പനെ പോലെ ഇരിക്കുന്നു, എന്തോ അദ്ദേഹം ലീവ് എടുത്ത് പോയിരിക്കുന്നു. അപ്പോഴാണല്ലോ വൈസ് പ്രസിഡന്റായ സുരേഷ് കുമാർ സംസാരിക്കേണ്ടി വന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു സിയാദ് കോക്കർ, നല്ല തന്തയ്ക്ക് പറഞ്ഞ ഒരുത്തൻ മാത്രമേ പ്രതികരിച്ചുള്ളൂ സുരേഷ് കുമാറിന് പിന്തുണ പ്രഖ്യാപിച്ചു. ആ വിനായനൊക്കെ വിളിക്കുന്നത്, സുരേഷേ എടാ, നിന്റെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ പറഞ്ഞാൽ മതിയടാ, നീ നിന്റെ കാര്യങ്ങൾ, ഞാൻ സിനിമ നിർമ്മിക്കും, ഞാൻ സിനിമ സംവിധാനം ചെയ്യും, ഞാൻ സിനിമ കളിക്കും, ഞാൻ അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞ് വാചകം അടിച്ചിരിക്കണുണ്ട്. ഒരു 10-30 വർഷം മുമ്പായിരിക്കണമായിരുന്നു, വിവരം അറിഞ്ഞെന്നെ. പോട്ടെ, വലിയ കഷ്ടമാണ് സിനിമാ രംഗമെന്ന് ഞാൻ പറയും. നമുക്ക് മോഹൻലാലിന്റെ ഡേറ്റ് ഇല്ലേ, ബാക്കിയുള്ളവൻ കുത്തുവാളെടുത്താൽ നമുക്കെന്താ? നമുക്ക് മമ്മൂട്ടിയുടെ പിന്തുണയില്ലേ, പിന്നെ എന്തിനാ നമ്മൾ, അല്ലെങ്കിൽ ദുൽഖറിന്റെ പിന്തുണയില്ലേ? നമ്മൾ ബാക്കിയുള്ളവന്റെ പിച്ചക്കാരനാവുന്നതിന് നമുക്കെന്തെന്നേ, അവൻ പോയി കെട്ടിത്തൂക്കി ചാവട്ടെന്ന് എന്ന് പറയുന്നവരൊന്നും അല്ല സംഘടനയുടെ തലപ്പത്തിരിക്കേണ്ടത്. ജൂൺ 1 മുതൽ സിനിമാ നിർമ്മാണം, റിലീസ് മുതലായവ ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചത് സുരേഷ് കുമാർ ഒറ്റയ്ക്കല്ല. വിതരണക്കാരുടെയും സിനിമാ തിയേറ്റർ ഉടമകളുടെയും നിർമ്മാതാക്കളുടെയും ഒക്കെ കൂട്ടായ്മയിലിരുന്ന് അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചതാണ്. ആ തീരുമാനം പത്രപ്രവർത്തകരോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഏക ദ്രോഹം. പക്ഷേ എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ കുത്തിപ്പറിക്കുന്നു. 100 ദിവസത്തിലധികം മുന്നേ സമരതീയതി പ്രഖ്യാപിച്ചതിനാകാം ഈ ചീത്തവിളി തോന്നും. കാരണം 100 ദിവസം മുമ്പേ പ്രഖ്യാപിക്കുമ്പോൾ ചർച്ചകൾ നടത്താം, പരിഹാരം കാണാം, സർക്കാർ നടപടികൾ ഉണ്ടാക്കാം എന്നൊക്കെ നിശ്ചയിച്ചു കാണും ആ കമ്മിറ്റി. പക്ഷേ അതൊന്നും ആന്റണി പെരുമ്പാവൂരുമാർക്ക് ദഹിക്കുന്നില്ല. ഇപ്പൊ 100 ദിവസം മുമ്പേ നിങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും 30 കോടി വാങ്ങിക്കുന്ന മോഹൻലാലിനെയൊക്കെ തൊട്ട് കളിക്കാമോ എന്നൊക്കെ ആയിരിക്കും ആന്റണി ആലോചിക്കുന്നത്. കാരണം ആന്റണിയുടെ എല്ലാ പടവും ആന്റണി പ്രൊഡ്യൂസ് ചെയ്യല്ലേ ഇപ്പം മോഹൻലാലിന്റെ. അതാണ് പ്രശ്നം. പിന്നെ മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഓവർസീസ് റൈറ്റ് അദ്ദേഹം എഴുതി വാങ്ങുന്നു. ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഓവർസീസ് റൈറ്റ് അവർ വിൽക്കുന്നു. അപ്പം ഞങ്ങൾ തനിപ്പിടി പിടിച്ചോളാം. ഞങ്ങളെയൊക്കെ വളർത്തിയെടുക്കാനായി സിനിമ എടുത്ത കുത്തുവാള എടുത്തവന്മാരെയൊന്നും ഇനി മൈൻഡ് ചെയ്യേണ്ടെന്നായിരിക്കും ഇവരൊക്കെ ആലോചിക്കുന്നത്. ആന്റണി യോഗങ്ങൾക്കൊന്നും വരാറില്ല, കമ്മിറ്റികൾക്കൊന്നും വരാറില്ല എന്ന് മിനിറ്റ്സ് പരിശോധിച്ചാൽ അറിയാമെന്ന് സുരേഷ് കുമാർ പറയുന്നു. യോഗത്തിനൊന്നും ആന്റണി വരണ്ടെന്നേ കണ്ണദാസൻ പറഞ്ഞ പോലെ. അയാൾ ഇനി എന്തിനാ ആന്റണി യോഗത്തിനൊക്കെ വരണേ? കണ്ണദാസൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് ചോദിച്ചു ഗരുഡ സൗഖ്യമാ എന്ന് ചോദിച്ചതുപോലെ. പക്ഷേ പരമശിവൻ കുളിക്കാൻ പോകുമ്പോഴെങ്കിലും പാമ്പിനെ ഊരി താഴെ വയ്ക്കും. അപ്പോൾ ഒരു പരുന്ത് വന്നാൽ മതി, അല്ല ഗരുഡൻ പോലും വരണ്ട എന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറയും. ആന്റണി സിനിമ കണ്ടു തുടങ്ങുമ്പോൾ സിനിമ നിർമ്മിച്ച ആളായിരുന്നു സുരേഷ് കുമാർ. അറിഞ്ഞൂടാ എങ്കിൽ മോഹൻലാലിനോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. ഒരു ട്രെയിനിൽ കേരളത്തിൽ പത്രവും വിരിച്ച് മദ്രാസിൽ പോയ ഒരു സംഘം ചെറുപ്പക്കാരുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ. ഇന്ന് ഏതോ ഒരു വിവരദോഷി പറയുകയാണ്, തിരുവനന്തപുരത്തെ നായർ ബെൽറ്റിൽ നിന്ന് മോഹൻലാൽ എറണാകുളത്തോട്ട് പോയി ക്രിസ്ത്യാനിയായോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണെന്ന് സുരേഷ് കുമാറിന് ചൊരുക്ക്. എന്താ പറയുക നിങ്ങൾ അലച്ചു. പക്ഷേ ഒന്നുമല്ലാത്ത അന്ന് സുരേഷ് കുമാറാണ് മോളിൽ. പ്രിയദർശനെയും മോഹൻലാലിനെയും കിരീട ഉണ്ണിയും സനലിനെയും ഒക്കെ ചേർത്ത് ട്രെയിനിൽ കേരളവതി വിരിച്ചു പോയ ഒരു കാലം ഉണ്ടായിരുന്നു, മറക്കാതിരിക്കുന്നത് നല്ലതാ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ഒരിക്കൽ ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ മോഹൻലാൽ എന്നോട് പറഞ്ഞു, ഇന്നലെകളിലേക്ക് തിരിഞ്ഞു നോക്കരുത്, ഒഴുക്കിനെതിരെ നീന്തരുത്, നമ്മൾ ഒഴുക്കിനൊപ്പം അങ്ങ് പോയാൽ നമ്മുടെ കാര്യം ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞ ആ ചിന്താഗതി കൊണ്ടായിരിക്കാം സുരേഷ് കുമാറിനെ തെറി വിളിക്കരുത്, അങ്ങനത്തെ തരം മോശം വർത്തമാനങ്ങൾ പറയരുതെന്ന് പോലും മോഹൻലാൽ വിലക്കി കാണില്ല. കുട്ടിക്കുരകനെ കൊണ്ട് ചുടിചോറ് വാരിക്കും പോലെ ആന്റണി കൊണ്ട് വാരിക്കുന്നതായിരിക്കും. മാക്ട് തുടങ്ങിയ കാലത്ത് പ്രിയദർശനോട് മാക്ടിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, മോഹൻലാലിനെതിരെ എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കുന്ന സംഘടനയാണെങ്കിൽ ഞാനില്ല. തുറന്നു പറഞ്ഞു അദ്ദേഹം. ഇല്ല, അങ്ങനെയൊന്നും അനാവശ്യമായ നടപടിയൊന്നും ഞങ്ങൾക്ക് എടുക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞാണ് പ്രിയൻ എന്താ പറയുക മെമ്പർഷിപ്പ് എടുത്തത്. പ്രിയൻ ഇന്നലെകൾ ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ്. സുരേഷ് ഒരു മണ്ടനോ തമാശ കളിക്കാനുള്ളതാണ് സംഘടന എന്നോ കരുതുന്ന ആളല്ല. സുരേഷ് സീരിയസ് ആയ ആളാണ്. എമ്പുരാന്റെ ബജറ്റിനെ കുറിച്ച് പറഞ്ഞത് ബന്ധപ്പെട്ടവർ അറിയിച്ച കാര്യമാണ്, വേണമെങ്കിൽ അത് പിൻവലിക്കാം, പക്ഷേ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് സുരേഷ് കുമാർ അടക്കമുള്ളവർ
സംഘാടകർ പറയുന്നത്. എന്നോട് ഒരാൾ പറഞ്ഞത്, ഈ ആന്റണി പെരുമ്പാവൂര് ഒരു മോഹൻലാലൊക്കെ ഉള്ള ഒരു സദസ്സിൽ ചെല്ലുന്നു. അപ്പോൾ അതിലെ ധനാഢ്യനായ ഒരാളിനോട്, ഞാൻ പേര് പറയുന്നില്ല, ആളിനോട് പറഞ്ഞു എന്ന്, 50 കോടി രൂപയ്ക്ക് ഞാൻ ഓഡിയൻ എടുക്കുകയാണ്, ഓക്കെ അല്ലേ? അപ്പൊ ഈ ആന്റണി പെരുമ്പാവൂരിന്റെ ഒരു വാക്കാണ് നീ ഓക്കെ അല്ലേ. അതാണ് ഇപ്പൊ പൃഥ്വിരാജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അണ്ണാ ഓക്കെ അല്ലേ എന്ന്. അപ്പൊ കേട്ടോണ്ടിരുന്ന ഒരാൾ പറഞ്ഞു, 50 കോടിയൊക്കെ മുടക്കി ഓഡിയനൊക്കെ മലയാളത്തിലാണ് എടുക്കണമെന്നുള്ള ഓർമ്മയുണ്ടെങ്കിൽ ഓക്കെയാണ് എന്ന് പറഞ്ഞു. ഓഡിയൻ എന്തായെന്ന് ഞാൻ പറയണ്ടല്ലോ. 100 കോടി മുടക്കി ഇതുപോലെ തന്നെ അറബിക്കടലിന്റെ സിംഹം മാങ്ങേണ്ടി എന്ന് പറഞ്ഞൊരു പടം ചെയ്തല്ലോ, അപ്പോഴും പറഞ്ഞെന്ന് 100 കോടി മുടക്കി മരക്കാർ എടുക്കുകയാണ്, ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇപ്പോ 900 ദിവസം ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നു ബറോസ്, ഓക്കെ അല്ലേ? ഓക്കെയാണ്. കാരണം ഇപ്പൊ പറയുന്ന 100 കോടി രൂപ പോയെന്ന് പറയുന്നു. ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചോലെ, ഞങ്ങള് ഉദ്ഘാടനവും സ്റ്റേജ് ഷോയും ബ്രാൻഡ് അംബാസഡറും അഭിനയവും അതും ഇതും എല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ 1000 കോടി ഉണ്ടാക്കും. അതിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ കുറെ കോടികൾ പോയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് രവി പിള്ളമാരെ പോലുള്ള ധനാഢ്യന്മാരെ കിട്ടും, അവരുടെ ഒരു 10, 100, 500 കോടി പോയാൽ കുഴപ്പമില്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ എടുക്കുമെന്നായിരിക്കും, എടുക്കട്ടെ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ മാത്രം മലയാള സിനിമയിൽ മതി എന്ന് വിചാരിക്കരുത് ആന്റണി എന്നാണ് പറയുന്നത്. ആന്റണി ഒന്നുമില്ലെങ്കിൽ പെരുമ്പാവൂരിൽ നിന്ന് പണ്ട് ജീപ്പുമായിട്ട് വന്നതൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഓക്കെ അല്ലേ എന്ന് പറയുന്നതിന് മുമ്പ് ഇന്നലെകൾ ഓർക്കണം ആന്റണി. ഇന്നലെകൾ ഓർക്കാത്ത ഒരുത്തനും ലോകത്ത് രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എമ്പുരാന്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചതാണ് എന്നതിൽ ഒരു വ്യക്തതയില്ല. പറയേണ്ടത് പേരിനാണെങ്കിലും ആരോ എമ്പുരാനുമായി ബന്ധപ്പെട്ട ആളെന്ന് പറയുമ്പോൾ ഒന്നേ ആന്റണി അല്ലെങ്കിൽ മോഹൻലാലോ ആരോ പറഞ്ഞതായിരിക്കാം ഇത്ര കോടി രൂപ ചെലവായി. ലോകത്ത് മുഴുവൻ പോയി ഷൂട്ട് ചെയ്യാണല്ലോ, വരട്ടെ, പടം വരട്ടെ, അത് പോട്ടെ. ഇപ്പൊ ഉദാഹരണത്തിന് ബറോസിൽ കോടികൾ ഒഴുകിപ്പോയെങ്കിലും സിനിമയിലുള്ള പലരും പറയുന്നു അത് ആന്റണിക്ക് ഒഴുകിപ്പോയാൽ എന്താ പ്രശ്നം? ആന്റണിക്ക് ഒരു പ്രശ്നമില്ല. ആന്റണിക്ക് തിയേറ്ററും ഏക്കർ കണക്കിന് എസ്റ്റേറ്റും അതും ഇതും ഒക്കെ സുഭിക്ഷമായി ജീവിക്കാനുള്ള ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇതിൽ പോയെങ്കിൽ, ബറോസിൽ പോയെങ്കിൽ അത് രവി പിള്ളയുടെയൊക്കെ പൈസ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. പടം പൊട്ടിപ്പോയെങ്കിലും നിർമ്മാതാവ് ആന്റണി അല്ലേ? അപ്പോൾ ഇവിടെ സുരേഷ് വ്യക്തമാക്കണമായിരുന്നു നിങ്ങളോട്, എമ്പുരാന്റെ ബജറ്റിനെ പറ്റി ആരാണ് അതിലും ബന്ധപ്പെട്ടവർ പറഞ്ഞതെന്ന് പറയണമായിരുന്നു. 100 കോടി രൂപ ഷെയർ വന്ന ഒരു സിനിമ കാണിച്ചു തരുമോ എന്നാണ് സുരേഷ് കുമാർ ചോദിക്കുന്നത്. 5-ാം ദിവസം പടം പൊട്ടി വാഷ് ഔട്ടായ സിനിമകൾക്ക് പണ്ട് 51-ാം ദിവസത്തെയും 101-ാം ദിവസത്തെയും പോസ്റ്റർ അടിക്കുമായിരുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തും സ്ഥിരം അടിക്കുന്ന പരിപാടിയായിരുന്നു. 5-ാം ദിവസം ഹോൾഡ് ഓവർ ആയാലും ശരി 51-ാം ദിവസം എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിക്കും, അല്ലെങ്കിൽ 101-ാം ദിവസം പോസ്റ്റർ അടിക്കും. അതുപോലെ മാത്രമേ ഈ 100 കോടി ക്ലബിനെ കുറിച്ച് മലയാളി വിശ്വസിക്കാവൂ എന്ന് ഞാൻ പറയും. നിങ്ങളെ പറ്റിക്കുന്നതാണ്. ഇവിടെ 100 കോടി 200 കോടി ക്ലബിലൊക്കെ കയറി എന്ന് പറയുന്നത് എന്താ പറയുക, ചുരുട്ടിക്കെട്ടിയ ചില പടങ്ങളുടെ നിർമ്മാതാക്കളാണ് അത് പറയുന്നത് എന്ന് പറയാം. ഒന്നും കിട്ടിയില്ല എന്ന് താങ്കൾ പറയില്ല എങ്കിലും 6-ാം തമ്പുരാൻ സുരേഷ് കുമാറിന് നല്ല സാമ്പത്തിക ഗുണമുണ്ടാക്കി കൊടുത്ത സിനിമയാണ്. അത് ദൈവം കൊണ്ട് കൊടുത്ത ഒരു ഭാഗ്യമാണെന്ന് പറയാം. നിങ്ങൾ ആ കാശ് എർത്തുകൾക്കും പ്ലഗുകൾക്കും ധാരാളിത്തത്തോടെ വാരി എറിഞ്ഞ് ദൈവം കനിഞ്ഞു കൊണ്ടുവന്ന ആ പൈസ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് സ്നേഹത്തോടെയും ദേഷ്യത്തോടെയും ശകാരത്തോടെയും സുരേഷ് കുമാറിന്റെ ഭാര്യ സുരേഷ് കുമാറിനോട് ഷൗട്ട് ചെയ്യുമ്പോൾ ഞാൻ മദ്രാസിൽ സുരേഷ് കുമാറിന്റെ ഫ്ലാറ്റിലുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനത് വിശദീകരിക്കുന്നില്ല. സുരേഷ് കുമാറിന് ഓർമ്മ കാണും, ഓർമ്മയില്ലാതിരിക്കാനൊന്നും വഴിയില്ല. ഞാൻ ഈ പ്രോഗ്രാം സത്യത്തിൽ ചെയ്യണ്ട എന്ന് വിചാരിച്ച, കാരണം യൗമാർ ചക്രത്തിൽ പോരാട്ടം നടത്തുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾ നന്നാവൂല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു സംഘടന അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുമ്പോൾ നമ്മൾ എന്തിനിതിൽ പക്ഷം പിടിക്കുന്നു എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ പ്രേക്ഷകർ വിടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രേക്ഷകൻ എനിക്ക് അയച്ചൊരു കുറിപ്പ്. ജി സുരേഷ് കുമാറിന്റെ ഇന്റർവ്യൂ കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. മലയാള സിനിമയെ അയാൾ തന്റെ കുടുംബസ്വത്തായി കണക്കാക്കുന്നു. അയാൾക്ക് കുടുംബസ്വത്തായിട്ട് കണക്കാക്കുക, കാരണം ജീവിതം വെച്ച് കളിച്ച മനുഷ്യൻ, ആരെയും പറ്റിച്ച് 10 പൈസ ഇന്ന് വരെ പറ്റിച്ചിട്ടില്ല. അയാൾ കുടുംബസ്വത്തായിട്ടാണെന്ന് മലയാള സിനിമയെ കരുതുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തതാണ് പ്രശ്നം. മലയാള സിനിമയെ എൻ്റെ കുടുംബമായിട്ട് കാണണം. കാരണം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പൊ ബി ഉണ്ണികൃഷ്ണൻ കാണിച്ച ഒരു എന്താ പറയുക വഞ്ചന എന്ന് തന്നെ പറയാം, അതിലൂടെ ഞാൻ ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു പോയി. എനിക്ക് ഫെഫ്കയെ കളയാൻ പറ്റുമോ? കാരണം ഞാനും കൂടി വേർപ്പൊഴുക്കി ഉണ്ടാക്കിയ സംഘടനയല്ലേ. അതുപോലെ ഞാൻ 10-40 വർഷമായിട്ട് ഞാൻ കഴിക്കുന്നത് ഈ ചാനലടക്കം എല്ലാം സിനിമയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതല്ലേ. എനിക്ക് സിനിമയെ തള്ളിക്കളയാൻ പറ്റില്ല.
എനിക്ക് ഫെഫ്കയെ തള്ളിക്കളയാൻ പറ്റും. അതുപോലെ ആയിരിക്കണം സുരേഷ് കുമാർ. പക്ഷെ ഇവിടെ ഉള്ളവരങ്ങനെ അല്ലെന്നേ. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുകയും നമുക്കെന്ത് കിട്ടും അത് മാത്രം ചിന്തിക്കുന്നവരാണ്. അത്തരത്തിലൊരാളല്ല സുരേഷ് കുമാർ എന്ന് എനിക്ക് ഈ കത്തയച്ച ഈ മെസ്സേജ് ഇട്ട ആള് ഓർക്കണം. കീർത്തി സുരേഷ് തമിഴ് തെലുങ്ക് സിനിമയിൽ 10-15 കോടി വാങ്ങി അഭിനയിക്കുന്നു. എന്നിട്ടും ചിത്രങ്ങൾ വിജയിക്കുന്നില്ല. ആ പണം നിർമ്മാതാക്കൾക്ക് നഷ്ടമാവുന്നു. അതിന് സുരേഷ് കുമാർ എന്ത് വേണം? മലയാള സിനിമയിലെ കാര്യം പറയുമ്പോൾ തെലുങ്കിലെയും തമിഴിലെയും കാര്യമാണോ പറയുന്നത്? താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം, നിർമ്മാണ കമ്പനികൾ നടത്താൻ പാടില്ല എന്നൊക്കെയാണ് സുരേഷ് കുമാർ പറയുന്നത്. ഒരു പുതുമുഖ നടനെ കൊണ്ടുവരാനോ വെല്ലുവിളിയുള്ള ഒരു കഥ നിർമ്മിക്കാനോ സുരേഷ് കുമാറിനെ പോലുള്ളവർക്ക് കഴിയില്ല. അവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. എന്നാൽ റിസ്ക് എടുത്ത് നിർമ്മിച്ച സിനിമകൾ, മികച്ച സിനിമകൾ നിർമ്മിക്കുന്നവരെ ശത്രുവായി കാണുന്നു സുരേഷ് കുമാർ. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്ത് എന്നാണ് എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചത്. ഞാൻ എന്ത് പറയാൻ, ഇതിനും എന്ത് മറുപടി പറയാൻ? അയാൾ എടുത്തിട്ടുള്ള റിസ്ക്, അയാൾ എന്തുമാത്രം റിസ്ക് എടുത്ത ആളാണ്. ഇവിടെ നസീർ സാറിൻ്റെ എന്താ പറയുക, പടങ്ങൾ പണം വാരി പടങ്ങളായി ഓടിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ സോമനും സുകുമാരനും ജയനും പ്രതാപികളായി നിൽക്കുന്ന കാലത്ത്, അവരെ ഒന്നും അല്ല എൻ്റെ സിനിമയിൽ മോഹൻലാലും ശങ്കറും ഒക്കെ മതിയെന്ന് വിചാരിച്ച മനുഷ്യനാണ് സുരേഷ് കുമാർ. രാജീവ് അഞ്ചലിനെ പോലെ, GS വിജയനെ പോലെ, സുരേഷ് കൃഷ്ണയെ പോലെ എത്ര പുതിയ സംവിധായകരെ അയാൾ രംഗത്തുണ്ടെന്ന്. സേതുനാഥ സാറിൻ്റെ മകനെ പോലെ എത്ര പേരെ ഫീൽഡിൽ കൊണ്ടുവന്നു. ഇതൊന്നും ഈ പറയുന്ന മെസ്സേജ് അയക്കുന്നവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ഒരു കാര്യം പറയാം. 98ാമത്തെ സിനിമ സംവിധാനം ചെയ്യുകയാണ് പ്രിയദർശൻ. 98ാമത്തെ. ശശികുമാർ സാറിന് ശേഷം മറ്റൊരു സംവിധായകനും എത്താനാവാത്ത വണ്ണം 101 സിനിമ തീർച്ചയായിട്ടും എന്താ പറയാ പ്രിയദർശൻ ഉറപ്പായിട്ട് ചെയ്തിരിക്കും. ഇപ്പൊ 98ആയി. 68 വയസ്സുകാരനാണ് പ്രിയദർശൻ. ഇന്നും രാവിലെ 6:30 സെറ്റിലെത്തുന്ന ചുരുക്ക സംവിധായകരിൽ ഒരാളാണ് നമ്മുടെ പ്രിയദർശൻ. ഹിന്ദിയിലൊക്കെ അക്ഷയ് കുമാറൊക്കെ വരുന്നത് 11 മണിക്കാണ് മറ്റ് സെറ്റുകളിൽ. പക്ഷെ പ്രിയദർശന്റെ സെറ്റിൽ രാവിലെ 7 മണിക്ക് എത്തിയിരിക്കും. ബ്രേക്ക് പറയുന്നതിന് മുമ്പ്, കാപ്പി കുടിക്കാനായിട്ട് ബ്രേക്ക് പറയുന്നതിന് മുമ്പ് ഒരു സീൻ എടുത്തു തീർക്കുന്ന സംവിധായകനാണ് പ്രിയദർശൻ. രാവിലെ എടുക്കുന്ന ആ ഒരു സീൻ എടുത്തു മാറ്റുന്നതിന് വെച്ച് എന്നോടൊരാൾ പറഞ്ഞത്, 30 ദിവസം പ്രിയദർശൻ ഒരു സിനിമ സംവിധാനം ചെയ്താൽ ആ 30 സീൻ ബോണസാണ്. കാരണം എല്ലാവരും ബ്രേക്കൊക്കെ കഴിഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് 9-10 മണിക്കല്ലേ തുടങ്ങണം. പക്ഷേ പ്രിയൻ 7 മണിക്ക് വന്ന് 8:30 മുമ്പ് ഒരു സീൻ എടുത്ത് തീർത്തിട്ടേ കാപ്പി കുടിക്കൂ. അപ്പോൾ ആ 30 ദിവസം 30 സീൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് എടുക്കുമെങ്കിൽ അത് ബോണസാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരം ഷാരൂഖ് ഖാൻ ഷൂട്ടിങ്ങിന് ആദ്യ ദിവസം വന്നത് 9 മണിക്കായിരുന്നു. വന്നപ്പോൾ വളരെ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം തന്നെ പ്രിയദർശൻ പറഞ്ഞു, എൻ്റെ സെറ്റിൽ 8 മണിക്ക് വിത്ത് മേക്കപ്പിൽ താങ്കൾ ഉണ്ടാവണം. അല്ല, അതിന് നടക്കില്ല എങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് നിർത്താം, കാരണം ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസമാണ്. ശരിക്കും ഷാരൂഖ് ഖാൻ ഞെട്ടിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ചിലപ്പോൾ ഇതിൻ്റെ താഴെ ഒന്ന് എഴുതും, പിന്നെ ഷാരൂഖ് ഖാൻ ഞൊട്ടു എന്ന് പറയും. പക്ഷെ ഷാരൂഖ് ഖാൻ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. പിറ്റേന്ന് എന്തുകൊണ്ടോ പ്രിയൻ സെറ്റിലെത്താൻ ഒരല്പം വൈകി. 7:30ക്കാണ് എത്തിയത്. 8:30 മണിയായപ്പോൾ ഷാരൂഖ് ഖാൻ സെറ്റിലെത്തി. ചിരിച്ചുകൊണ്ട് പ്രിയദർശൻ പറഞ്ഞു, ഹാഫ് ആൻഡ് അവർ ലേറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഷാരൂഖ് ഖാൻ പറഞ്ഞ മറുപടിയാണ് രസം. സോറി സാർ, ഞാൻ 7 മണിക്ക് മുമ്പ് വന്നു, അപ്പോൾ സാറ് വന്നിട്ടില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ തന്നെ പ്രിയൻ ഷാരൂഖ് ഖാൻ്റെ ആ ഒരു മര്യാദ കണ്ടപ്പോൾ പ്രിയൻ പറഞ്ഞു, നാളെ മുതൽ ഷാരു രാവിലെ 9 മണിക്ക് സെറ്റിലെത്തിയാൽ മതി. അതാണ് പ്രിയദർശൻ. 4 മണിക്ക് ഉറങ്ങാൻ കിടക്കുന്ന ആളാണ് ഷാരൂഖ് ഖാൻ. ഉണർന്ന് റെഡിയായി 11 മണിക്ക് സെറ്റിലെത്തും. അതാണ് ശീലം. പക്ഷെ പ്രിയന്റെ സെറ്റിൽ അത് മാറ്റിച്ചു. 68 വയസ്സുള്ള പ്രിയദർശൻ 7 മണിക്ക് സെറ്റിൽ വരും. 1973 ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് കിഷൻ നായർ സാറിന്റെ സഹായിയായിരുന്ന ഹരിഹരൻ സാറ് സംവിധായകനാവുന്നത്. ഇന്നും ലൈവായി നിൽക്കുന്ന തൻ്റെ 53ാമത്തെ സിനിമ സംവിധാനം ചെയ്യാനുള്ള പണികളുമായിട്ട് കോഴിക്കോട്ടുണ്ട് ജയകുമാർ സാറുമായിട്ട്, കെ ജയകുമാറുമായിട്ട് 53ാമത്തെ സിനിമ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ജീവിച്ചിരിക്കുന്ന സംവിധായകരിൽ ഏറ്റവും തലമുതിർന്ന സംവിധായകനാണ് ഹരിഹരൻ സാർ എന്ന് ഞാൻ പറയണ്ടല്ലോ. പക്ഷെ അദ്ദേഹം ഇന്നും 7 മണിക്ക് എത്തും. ഞാൻ മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്തെ കൈരളി തിയേറ്ററിലെ നിള തിയേറ്ററിൽ
വടക്കം വീരഗാഥ പത്രപ്രവർത്തകർക്ക് വേണ്ടി ഒരു പ്രിവ്യൂ ഷോ വെച്ചിരുന്നു. എന്നെയും ക്ഷണിച്ചു. ഞാൻ സിന്ധു കൂടെ പോയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 30 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത പടമാണ് വടക്കം വീരഗാഥ എന്ന് പറഞ്ഞാൽ. ഇന്ന് ഈ നിക്കറിട്ട് നടക്കുന്ന, നാക്കിൽ ഒട്ടിച്ച് വലിച്ചും കുടിച്ചും നടക്കുന്ന കുറെ പിച്ചക്കാരന്മാരാണല്ലോ മലയാള സിനിമ ഇപ്പോൾ ഭരിക്കുന്ന സംവിധായകർ. ഇതിലേതെങ്കിലും ഒരുത്തന് വടക്കം വീരഗാഥ ഇപ്പൊ ചെയ്യാൻ കൊടുത്താൽ 300 ദിവസം കൊണ്ട് തീർക്കുമോ? തീർക്കില്ല. പക്ഷേ ഈ പറയുന്ന ഹരിഹരൻ എന്ന് പറഞ്ഞ മഹാൻ 30 ദിവസം കൊണ്ട് തീർത്ത സിനിമയാണ്. ഒരു യൂണിറ്റ് മുതലാളി അദ്ദേഹത്തിന്റെ യൂണിറ്റ് പോയിരിക്കുന്ന സെറ്റിലെ കാര്യങ്ങൾ അറിയാനായിട്ട് ഒരു ലൈറ്റ് ബോയിയെ വിളിച്ചു. എവിടെയാണ് നീ? ഞാൻ സെറ്റിലാണ്. വർക്ക് തുടങ്ങിയോ? ഇല്ല. എന്തു പറ്റി? അല്ല, കഞ്ചാവൊക്കെ വാരിക്കൂട്ടിയിട്ട് കത്തിച്ച് സീൻ എങ്ങനെ എടുക്കാമെന്ന ആലോചനയില്ല. ആര്? തിരക്കഥാകൃത്ത്, സംവിധായകനും നിർമ്മാതാവും എല്ലാം കൂടെ കഞ്ചാവൊക്കെ വലിച്ചു കൂട്ടി പുകച്ച് ഇരുന്ന് ആലോചിക്കണം എങ്ങനെ എടുക്കാമെന്ന്. മണി 11:30 പ്രൊഡ്യൂസർ ഇല്ലേ അവിടെ? എല്ലാ ടൗസർട്ടവന്മാരും ഉണ്ട്. ചർച്ചയിലാണ് സാറേ. മലയാള സിനിമയിൽ ഇന്നത്തെ വർത്തമാനകാല മലയാള സിനിമ നടക്കുന്ന സംഭവമാണ് ഈ പറയുന്നത്. ഓർക്കണം, 11 മണിയായിട്ട് പോലും ആദ്യ ഷോട്ട് എടുത്തിട്ടില്ല. നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ എവിടെ എന്നായി യൂണിറ്റ് മുതലാളി. അപ്പുറത്ത് ക്രിക്കറ്റ് കളിക്കുന്നു. എന്തെങ്കിലും ജോലി വേണ്ടേ? ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തെ വിളയിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നു. ബാറ്റ രാവിലെ 7 മണിക്ക് വീണതാണ്. നിങ്ങൾ ആലോചിച്ചു, 7 മണിക്ക് ബാറ്റ അടിച്ച ഒരു പടത്തിന്റെ യൂണിറ്റുകാർ അപ്പുറത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫാനും ഒക്കെ വെച്ച്, കൂളറും ഒക്കെ വെച്ച്, കഞ്ചാവും ഒക്കെ വലിച്ച് നിക്കറും ഒക്കെ ഇട്ട്. ഒന്നാമത് ഈ നിക്കറിട്ടുകൊണ്ട് സെറ്റിൽ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ആടി കൊടുക്കാൻ തോന്നും. ഒരു സംവിധായകൻ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു വിൽ പവർ ഉള്ള കാര്യം അല്ലേ? ഇത് കുളിക്കാതെ താടിയും മുടിയൊക്കെ വളർത്തി അഴുക്ക് പിടിച്ച ഒരു ബനിയനും ഒരു ഹാഫ് ടൗസർ നിക്കറും ഇട്ട് ഇങ്ങനെ ചുറ്റും കൂടിയിരുന്ന് ഒരു മോണിറ്ററും വെച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് നമുക്ക് ഈ സീൻ എങ്ങനെ എടുക്കാതിരിക്കാം. അതാണ് മലയാള സിനിമയിലെ വർത്തമാനകാലത്തെ മലയാള സിനിമ. അതുകൊണ്ടാണ് യൂണിറ്റുകാർ അപ്പുറത്ത് പോയി ക്രിക്കറ്റ് കളിക്കുന്നത്. 12 മണിക്കൊക്കെ തുടങ്ങിയാൽ ഭാഗ്യം എന്ന് പറയാം. ഇപ്പോ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്നാൽ താൻ പോയി കേസ് കൊടു. മനോഹരമായ സിനിമയായിരുന്നു. 6 വർഷം മുമ്പ് റിലീസായ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ കുഞ്ഞപ്പൻ വേർഷൻ എന്ന് പറഞ്ഞ സിനിമയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ. നല്ല രസമുള്ള സിനിമയായിരുന്നു. 2021 കനകം കാമിനി കലഹം എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. 2022 എന്നാ താൻ പോയി കേസ് കൂടും മദനോത്സവം രണ്ട് പടം ചെയ്തു. 2024 കഴിഞ്ഞ വർഷം അവസാനം സുരേഷന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. ഇപ്പൊ 2025 കുഞ്ചാക്കോ ബോബൻ നായകനായ, കുഞ്ചാക്കോ ബോബൻ നിർമ്മാണ പങ്കാളിയായ സിനിമയുടെ ചിത്രീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ താൻ പോയി കേസുകൂട് വലിയ വിജയമായപ്പോൾ കൺട്രോൾ പോയ ഒരു സംവിധായകനാണ് ഈ പറയുന്ന രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്ന് പറയാം. ഈ ചിത്രത്തിലെ 2 കഥാപാത്രങ്ങളായിരുന്നു സുരേഷനും സുമലതയും. എന്നാൽ കേസുകൂടിൽ നല്ല രസമുള്ള 2 ക്യാരക്ടറല്ലേ അവരെ പ്രധാന വേഷക്കാരാക്കി എടുത്ത സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എടുത്തപ്പോൾ സാമാന്യ മര്യാദയ്ക്ക് എന്നാ താൻ കേസുകൂട് എന്ന് പറഞ്ഞ് നിർമ്മിച്ച സന്തോഷ് ടി കുരുവിളയോട് ഞാൻ ആ കഥയിലെ 2 ക്യാരക്ടറുകൾ എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ പോലും ഈ പറയുന്ന സംവിധായകൻ രതീഷ് മെനക്കെട്ടില്ല. 4 കോടി രൂപയ്ക്ക് സിനിമ ചെയ്യാം എന്നാണ് ഏറ്റത്. 20 കോടി രൂപ ചെലവാക്കി. ഈ പറഞ്ഞ 2 കൊച്ചു പിള്ളേരെ ഇട്ടെടുത്ത പടത്തിന് 20 കോടി രൂപയാണ് ചെലവാക്കിയത്. പടം ആദ്യത്തെ ഷോയ്ക്ക് തലകുത്തി വീണു, പൊളിഞ്ഞു. എന്നാൽ താൻ പോയി കേസുകൂട് വലിയ വിജയമായപ്പോൾ കൺട്രോൾ പോയ സംവിധായകൻ സഹസംവിധായകനെ ഈ പറഞ്ഞ സുരേഷന്റെ കഥ പറഞ്ഞെടുത്തിട്ട് അടിച്ചു എന്ന് പറയുന്നു ചേട്ടിൽ. സെറ്റിലാണെങ്കിൽ 6 തട്ടഹുസിക്കുകയായിരുന്നു എന്നും പറയുന്നു. ആ ഷൂട്ടിങ്ങിന് 3-4 വീട് വേണം. ആ വീടുകളൊന്നും ഒറിജിനൽ വീട്ടിൽ ഞാൻ ഷൂട്ട് ചെയ്യില്ല, എല്ലാം സെറ്റ് ഇടറോ എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി വീടുകൾ സെറ്റ് ഇടിച്ചു. ഇങ്ങനെ ഒരു കൊട്ട പരാതിയാണ് രതീഷിനെ കുറിച്ച് പറയുന്നത്. പടം വീണിട്ടാണോ കുഞ്ചാക്കോ ബോബൻ നായകനും പാതി നിർമ്മാതാവുമായി ആ പടം ചിത്രീകരിക്കുകയാണ്. പുതിയ ചിത്രീകരണം നടക്കുന്ന സെറ്റിൽ പക്ഷേ ഈ പറയുന്ന രതീഷ് എന്ന് പറഞ്ഞ ആള് ഈ സുരേഷന്റെ പ്രേമകഥ പറഞ്ഞ സെറ്റിലെ ആളേ അല്ല. വളരെ കൺട്രോളായി, വളരെ പാവത്താനായി പടം വീണുണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബൻ അഭിനയിക്കുന്നുണ്ട് നിർമ്മിക്കുന്നുണ്ടോ ആയിരിക്കാം. ഒരു ശല്യമില്ല. സഹസംവിധാനമാണെങ്കിലും തൊഴുവുന്നു. അങ്ങനെ വളരെ മര്യാദക്കാരനായി നിൽക്കുന്നത്. അപ്പോൾ എത്ര മുഖങ്ങളുണ്ടെന്ന് ആലോചിക്കും ഇവർക്കൊക്കെ. ഇയാളാണോ പൊളിഞ്ഞ ഹൃദയഹാരിയായ പ്രണയകഥ എടുത്തതെന്ന് തോന്നില്ല എന്നാണ് ഇപ്പോൾ ആ സെറ്റിൽ വർക്ക് ചെയ്ത ആളുകൾ പറയുന്നത്. രാജേഷ് മാധവൻ എന്ന സുരേഷിനെയും ചിത്ര നായർ എന്ന സുമലതയെയും മുഖ്യ വേഷക്കാരായിട്ട് ഒരു സിനിമയ്ക്ക് എത്ര മുടക്കാമെന്ന്
സംവിധായകനോ നിർമ്മാതാക്കൾ രണ്ടുപേരാണ്. അവരോ ചിന്തിച്ചില്ല എന്നതാണ് ആ സിനിമ ദുരന്തമായി പോയത്. നിർമ്മാതാക്കളെ ചതിച്ചത് സംവിധായകൻ മാത്രമാണെന്ന് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ബിനു മണമ്പൂർ തുറന്നു പറയുന്നു. നിർമ്മാതാക്കളെ പറ്റിച്ചു എന്ന് അദ്ദേഹം പറയുന്നു, ഈ സംവിധായകൻ. അപ്പൊ ഒരു നിർമ്മാതാവ് രണ്ടുപേരിൽ ഒരുത്തം പറയാണ്, ഹേയ് ഞാനതിൽ കാശ് മുടക്കി കളയല്ലേ, പോയെങ്കിൽ പോട്ടെന്ന്. 20 കോടി രൂപ പോയാൽ പുല്ലേ മാത്രം എന്നൊരുത്തൻ പറയണമെങ്കിൽ അവൻ വേർത്തുണ്ടാക്കിയ കാശായിരിക്കാൻ വഴിയില്ല. ഇയാളുടെയൊക്കെ സാമ്പത്തിക സ്രോതസ് ED അന്വേഷിക്കണം. ED വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ, എന്നാലും ഞാൻ പറയുന്നു ED അന്വേഷിക്കണം. കാരണം 20 കോടി രൂപ പുല്ലേ മാത്രം എന്നൊരുത്തൻ പറയണമെങ്കിൽ അംബാനിക്ക് ജനിച്ചതായിരിക്കണമല്ലോ. പക്ഷേ മറ്റേ പ്രൊഡ്യൂസർ എന്താ പറയുക, വീട്ടിലെ തൊഴുത്തിലോ കാർ ഷെഡിലോ എവിടെ കിടന്ന് ഉറങ്ങുന്നു എന്ന് പറയുന്നു. എനിക്ക് എത്ര ശരിയാണെന്നറിയില്ല. ഇമ്മാനുവൽ, അജിത് തലപ്പള്ളി എന്നിവരായിരുന്നു നിർമ്മാണം. ഇതിൽ അജിത് തലപ്പള്ളിയാണ് പറയുന്നത്, സുരേഷ് കുമാർ പറയുന്ന പോലെ ഞാൻ പിച്ചക്കാരനൊന്നും ആയിട്ടില്ല, 20 കോടിയല്ല 50 കോടി ആയാലും പുല്ലേ മാത്രം എന്നുള്ള രീതിയിലാണ് ഈ അജിത് തലപ്പള്ളി സംസാരിക്കുന്നത്. 4 കോടി ബജറ്റ് ഇട്ട് 20 കോടി ചെലവഴിച്ച സംവിധായകനെ വെച്ച് നിർമ്മാതാക്കളുടെ സംഘടനാ നേതാവായ ലിസ്റ്റൻ സ്റ്റീവൻ കുഞ്ചാക്കോ ബോബനുമായി ചേർന്ന് പുതിയ സിനിമ എടുക്കുന്നുവെങ്കിൽ എനിക്ക് സുരേഷ് കുമാറിനോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ സംഘടനയുടെ നേതാക്കളല്ലേ യഥാർത്ഥത്തിൽ തെറ്റുകാർ? സുരേഷ് കുമാർ മറുപടി പറയണം. നിങ്ങൾ നിർമ്മാതാക്കൾ മുഴുവൻ കുത്തുവാള എടുത്ത് കെട്ടുതാലി വിറ്റ് ആത്മഹത്യ ചെയ്യുന്ന വക്കിൽ നിൽക്കുന്നു, വീട് വിറ്റിട്ട് അനാഥരാവുന്നു എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ സംഘടനാ നേതാവായ ലിസ്റ്റൻ സ്റ്റീവൻ 4 കോടിക്ക് എടുക്കാമെന്ന് പറഞ്ഞ പടം 20 കോടിയാക്കിയ സംവിധായകനെ വെച്ച് സിനിമ എടുക്കുന്നുവെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടനയാണ് അത് തിരുത്താനുള്ളത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? 4 കോടിക്ക് തീർക്കാമെന്ന് പറഞ്ഞ പടം 20 കോടിയാക്കിയെങ്കിൽ ആ സംവിധായകന് 10 വർഷം ബാറുണ്ട്, ബാൻ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. നീ 10 വർഷം മുട്ട ഇടണ്ട എന്ന് പറയണ്ടേ? പറയില്ല. അതുപോലെ നിങ്ങളുടെ സംഘടനാ നേതാവായ ലിസ്റ്റൻ സ്റ്റീഫൻ കുഞ്ചാക്കോ ബോബനുമായി ചേർന്ന് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുവെങ്കിൽ ലിസ്റ്റിന്റെ പേരിൽ നടപടി എടുക്കണ്ടേ? നിങ്ങൾ അതിനു പകരം താരങ്ങൾ പൈസ കുറയ്ക്കണം എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കണം, അല്ലെങ്കിൽ സർക്കാർ ടാക്സ് പിരിക്കുന്നത് കുറയ്ക്കണം എന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ള? സർക്കാർ ടാക്സ് കുറച്ചാൽ എന്ത് ചെയ്യുന്ന അറിയോ? ടിക്കറ്റിന്റെ നിരക്ക് പകുതിയാക്കും. ടാക്സ് വേണ്ട, പക്ഷേ ടിക്കറ്റ് നിരക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പടം കാണാൻ പോണേ എന്നെ പോലുള്ള ഇനി പൈസ വാങ്ങിച്ചല്ലേ സർക്കാരിന് നിങ്ങൾ കൊടുക്കണം, അല്ലാതെ നിങ്ങൾ സിനിമ എടുത്ത പൈസ ഒന്നല്ലോ കൊടുക്കണേ. സർക്കാർ ഒരു തീരുമാനം പ്രഖ്യാപിച്ചെന്ന് വെച്ചു. ഇപ്പൊ 200 രൂപ വാങ്ങിക്കുന്ന മാളുകളിലൊക്കെ പോയി 250 രൂപ 300 രൂപയൊക്കെയാണ്. ആ 300 രൂപ വാങ്ങിക്കുന്ന ടിക്കറ്റ് ഞങ്ങൾ 150 രൂപ ആക്കാണ്, ടാക്സ് പകുതിയാക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും? ഈ ടാക്സ് ഒക്കെ കൊണ്ടല്ലേ നിങ്ങളുടെ ഈ സംസ്ഥാനം നിലനിൽക്കുന്നത്. അല്ലാതെ കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ സിനിമാ മന്ത്രിക്കോ നോട്ടടിയുണ്ടോ? നിങ്ങൾ ബാലിശമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് സുരേഷ് കുമാറിനോട് ഖേദപൂർവ്വം എനിക്ക് പറയേണ്ടി വരും. സന്തോഷ് ടി കുരുവിള എന്ന നിർമ്മാതാവ് ചോദിക്കുന്നത് ആന്റോയും മണ്ടന്മാരല്ല, സുരേഷ് കുമാറിന് എന്തുകൊണ്ട് കീർത്തി സുരേഷിനെ മാത്രം വെച്ച് സിനിമ എടുത്തുകൂടാ? ഈ സന്തോഷ് ടി കുരുവിളമാരാണ് സത്യം പറഞ്ഞ മലയാള സിനിമയുടെ ദ്രോഹം ചെയ്യുന്ന ആൾക്കാരെന്ന് ഞാൻ പറയും. അയാൾ എന്ത് ന്യായം പറയുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആന്റണിയും മണ്ടന്മാരല്ല, സുരേഷ് കുമാർ ഒരു കാര്യം ചെയ്യും, വേറെ ആരും വെക്കാതെ മോളെ വെച്ച് സിനിമ എടുക്കുന്ന പറയാം. അയാളുടെ മകള് കേരളത്തിൽ 1, 2, 5 പടമല്ലേ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളൂ. അവർ മറ്റു ഭാഷകളിലല്ലേ അഭിനയിക്കുന്നത്. കേരളത്തിലെ കാര്യം പറയുമ്പോൾ നമ്മൾ തമിഴിൽ അഭിനയിക്കുന്ന തെലുങ്കിൽ അഭിനയിക്കുന്ന നടിയെക്കുറിച്ച് പറഞ്ഞതിനാ. ഇവിടെ നിങ്ങൾ ഒരു നായികയ്ക്ക് മഞ്ജു വാര്യർക്ക് ഞങ്ങൾ 50 ലക്ഷം രൂപയിൽ കൂടുതൽ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ കീർത്തി സുരേഷ് അല്ല, ഇനി ഐശ്വര്യ റായ് വന്നാലും 50 ലക്ഷം രൂപ കൊടുക്കൂ. അതിന് നിങ്ങൾ അയാളുടെ വീട്ടുകാരെ കയറി പിടിക്കുന്ന എന്തിനാണ്? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നത് ശരിയല്ല സന്തോഷ് ടി കുരുവിള എന്നാണ് എനിക്ക് പറയാൻ. എത്ര ബാലിശമായ ചോദ്യമാണ് കുരുവിള ചോദിക്കുന്നത് നിലച്ചു. ആന്റണിയുടെ കയ്യിൽ മോഹൻലാലും ആന്റണിയുടെ കയ്യിൽ മമ്മൂട്ടിയും ദുൽഖറും ഉണ്ടെന്ന് കരുതി അഹങ്കരിക്കാം. പക്ഷെ കുരുവിളയ്ക്ക് അതിന് കഴിയുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ സൈനികനെ വെച്ചെന്തോണ് ഇദ്ദേഹം ഇപ്പൊ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അഹങ്കരിക്കരുത് സന്തോഷ് ടി കുരുവിള. 100 കണക്കിന് നിർമ്മാതാക്കൾ മമ്മൂട്ടിയെ വെച്ച് സിനിമ ചെയ്ത മുദ്ര എന്ന് പറഞ്ഞ സിനിമ ചെയ്ത മുദ്രയാണോ? അതുപോലെ സിബി മലയിൽ ചെയ്തൊരു പടം ചെയ്ത നന്ദൻ എന്ന് പറഞ്ഞ ബാനർ കൊണ്ട് കിടന്ന നന്ദൻ ആലപ്പുഴയിൽ കൈൻറ്റി ഹോണ്ടയിൽ വീട്ടിൽ ഭാര്യയും മക്കളുമൊക്കെ അരച്ചു കൊടുക്കുന്ന മാവ് കവറിലാക്കി കെട്ടി കൊടുക്കുമ്പോൾ ആ മാവ് കൊണ്ടുവന്ന് കടകളിൽ കൊടുത്ത് ഒരു കവറ് ഇപ്പോൾ 1 കിലോ മാവ് 40 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അയാൾക്ക് 2 രൂപ 3 രൂപ ഒരു കവറിന് കിട്ടുമായിരിക്കും. 1.5 കിലോയുടെ മാവ് കൊടുത്താൽ 55 രൂപയ്ക്ക് കടക്കാരൻ വിൽക്കും. കടക്കാരന് ഇയാൾ 50 രൂപയ്ക്ക് കൊടുക്കുമായിരിക്കും. ഇയാൾക്ക് 2 or 5 രൂപ കിട്ടുമായിരിക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരാൾ ഒരു നിർമ്മാതാവായിട്ട് ഇവിടെ ഉണ്ട് കുരുവിള. ഇവിടെ എന്താ പറയുക, തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ടെലിഫോൺ ബൂത്ത് നടത്തി 4 പടം ചെയ്ത നിർമ്മാതാവ് വികലാംഗനായ അറത്തലയ്ക്കൽ ശശി മരിച്ചുപോയി.
4 സിനിമ ചെയ്ത നിർമ്മാതാവ് ജീവിതാവസാനം പബ്ലിക് ബൂത്ത് നടത്തി തമ്പാനൊരിക്കുന്ന കണ്ട ആളാണ് ഞാൻ. നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറും സംവിധായകനും ഒക്കെ ആയിരുന്ന ഒരാൾ വട്ടൂർക്കാവിൽ ലോട്ടറി വിറ്റ് ജീവിക്കുന്നു ഞാൻ കാണുന്നു. സന്തോഷ് ടി കുരുവിളയ്ക്കൊന്നും ഇതൊന്നും അറിയില്ലായിരിക്കും. കഷ്ടമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ കോയമ്പത്തൂരിൽ ചിത്രീകരിക്കുന്ന സന്തോഷ് ടി കുരുവിളയുടെ സിനിമയിലെ നായകന്റെ പേര് ഞാൻ ഇതിനെ വിളിച്ചു വയ്ക്കുന്നത് ഷൈൻ നിഗമാണ്. കുരുവിള ആ പടം റിലീസ് ചെയ്ത ശേഷവും ഇങ്ങനെ തന്നെ പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുരുവിളമാരെ പോലുള്ള ചിലരാണ് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പാരയാകുന്നതെന്ന് ഞാൻ പറയും. ഇവിടെ എന്ത് നടന്നാലും എന്താ പറയാ, മോൻ ചത്താലും വേണ്ടില്ല, മരുമോളുടെ താലി അറ്റുപോണം എന്ന് വിചാരിക്കുന്ന ചിലരുണ്ടല്ലോ. ഇവിടെ ഒരു സംഘടനാ നേതാവ് ഉണ്ടായിരുന്നല്ലോ, ഒരു മാടമ്പി. എന്ത് സംഭവം നടന്നാലും അയാൾ ചാടി വീഴും. ഇങ്ങനെ കാത്തിരിക്കും ഈ സിനിമാക്കാർ തമ്മിൽ എന്തെങ്കിലും ഒരു പാര വന്നാൽ അതിലെ ഒരു പക്ഷം പിടിച്ച് നിൽക്കാനായിട്ട്. ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറുകളെ തെറി പറഞ്ഞ് നടന്ന മഹാനാണ്. വായ തുറന്നാൽ കള്ളങ്ങളും അധികാരഗർവും സിനിമാ രംഗത്തെ എങ്ങനെയും കാൽക്കീഴിൽ നിർത്തണമെന്നും ഒക്കെ കരുതി എന്ത് ചെറ്റത്തരങ്ങളും കാണിച്ചു നടന്ന മഹാനായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ പാണ്ഡനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ ഫലിക്കുന്നില്ല. അപ്പൊ ഈ തമ്മിൽ അടുപ്പിക്കാൻ പറ്റുമെന്നാണ് നോക്കണേ കക്ഷി. തനിക്ക് ഡേറ്റ് തരാത്തവനെ ഏത് വഴിയിലൂടെ അപഹാസ്യനാക്കാനും ഒരു മടിയുമില്ലാത്ത ആളായിരുന്നു ഒരു കാലത്ത് അദ്ദേഹം. സിനിമയിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ എന്തെങ്കിലും ഒരു ചെറു പ്രശ്നമുണ്ടായാൽ ചാടിയിറങ്ങും കക്ഷി. അതിൽ അന്യായത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പിന്തുണ പ്രഖ്യാപിക്കും. എന്ത് ചെയ്യാം, പഠിച്ച പടി 18 പയറ്റി നോക്കിയിട്ടും ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല ഇപ്പൊ പുള്ളിയുടെ. ഇപ്പോ കക്ഷിയുടെ അന്ത്യാഭിലാഷം എന്താണ് എന്ന് ചോദിച്ചാൽ മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ ചെയ്യണം. മോഹൻലാൽ കമന്നടിച്ച് വീണാൽ പോലും സാമ്യം തോന്നാത്ത ഒരു പാവം നാടകക്കാരനെ വെച്ച് ബാർബർ ഷോപ്പ് നടത്തിയിരുന്ന ഒരുത്ത സൂപ്പർ താരമാകുന്ന സിനിമയെടുത്ത് മോഹൻലാലിനെ ഒന്ന് ആക്കാൻ ശ്രമിച്ച മഹാനാണ്. ഇതൊരു തൊലിക്കെട്ടിയെന്ന് ആലോചിക്കും. ഇപ്പൊ മോഹൻലാലിന്റെ പുറകെ നടക്കുക സെൽഫി എടുത്ത്. മോഹൻലാലിനെ കിട്ടണമെങ്കിൽ ആന്റണി കനിയണം. ആന്റണിക്കെതിരെ പണികൾ പതിവായി ഒപ്പിച്ചിരുന്ന ആള് ക്ലച്ച് പിടിക്കാതിരിക്കുകയാണല്ലോ. ഇപ്പൊ സുരേഷ് കുമാർ താരങ്ങളുടെ അപ്രമാദിത്വത്തെ പറ്റിയും പ്രതിഫലത്തെ പറ്റിയും ഒക്കെ പറയുകയും ആന്റണി മറുപടി പറയുകയും ചെയ്തപ്പോൾ ഈ വിദ്വാൻ ചാടി ഇറങ്ങിയിട്ടുണ്ട് ആന്റണിക്ക് പിന്തുണയായിട്ട്. എങ്ങനെയും ലാലിന്റെ ഒരു ഡേറ്റ് ഒപ്പിക്കാൻ പറ്റിയ സമയം ഇതാണെന്ന് തോന്നിക്കാണും. സുരേഷ് കുമാറിനിട്ട് ഒരു ചെറിയ പണി കൊടുക്കുകയും ചെയ്യാം ഈ സമയത്താവും. ഒരു വെടിക്ക് 2 പക്ഷി. തനിക്കൊരവസരത്തിനായി ഏത് ഹീന പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്ത മഹാനാണ് എന്ന് 100 തവണ തെളിയിച്ച കക്ഷിയാണ്. നല്ലൊരു തൊഴിലാളി നേതാവിനെ വരെ വഴിതെറ്റിച്ച ആളാണ് അദ്ദേഹം. എനിക്ക് ആ നേതാവിന്റെ പേര് പറയണമെന്ന് സത്യത്തിൽ പലപ്പോഴും ഞാൻ ആലോചിക്കും. ഒരു വലിയ വിപ്ലവ നേതാവിനെ പോലും വഴിതെറ്റിച്ച് സിനിമാ സുഖങ്ങളിലേക്ക് ചാടിച്ച വൃത്തികെട്ടവനാണ്. ഇപ്പൊ ചാടി ഇറങ്ങിയിരിക്കുകയാണ് ആന്റണിക്ക് പിന്തുണയും പ്രഖ്യാപിച്ചു. സമരം പോലുള്ള നടപടികൾ തീരുമാനിക്കേണ്ടത് സംഘടനയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമാണെന്നാണ് മഹാൻ പറയുന്നത്. പറയുന്ന ആരെന്നറിയാമല്ലോ, ദിലീപിനെയും തുളസിദാസിന്റെയും പ്രശ്നം പരിഹരിക്കാനായിട്ട് തുളസിദാസിന്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നു. ഞാനുള്ള കമ്മിറ്റിയാണ്, അത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം. ഈ വർഷം തന്നെ, ആ ചർച്ച നടക്കുന്ന ആ വർഷം തന്നെ തീരുന്നതിന് മുമ്പ് ദിലീപിന്റെ ഒരു ഡേറ്റ് തുളസിദാസിന് വാങ്ങി കൊടുക്കാം എന്ന് ഒറ്റ ശബ്ദത്തിൽ കമ്മിറ്റി തീരുമാനമെടുത്ത് പിരിഞ്ഞിട്ട് ജനറൽ ബോഡിയിൽ പ്രസിഡന്റായ കെ മധുവിനെ വായില കുന്നിൽ അപ്പനാക്കി ഇരുത്തിക്കൊണ്ട് ഭാര്യയെ കൂട്ടുകൊടുത്താലും ചില സംവിധായകർക്ക് സിനിമ ചെയ്താൽ മതിയെന്ന് ആ പണി നന്നായി അറിയാവുന്ന ഈ മഹാൻ പ്രസംഗിച്ച് ചളകുളമാക്കിയെടുത്തുന്നാണല്ലോ ഫെഫ്ക എന്ന ട്രേഡ് യൂണിയൻ ജന്മം കൊള്ളുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വന്തം ഭാര്യയെ കൂട്ടുകൊടുത്തായാലും ചിലർക്ക് സിനിമ സംവിധാനം ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. കാരണം അതിൽ പുള്ളി എക്സ്പെർട്ടാണ്, അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ പറയാൻ സുരേഷ് കുമാർ ആരാണ് എന്നാണ് ഈ മഹാൻ ചോദിക്കുന്നത്. ഒപ്പം ആന്റണിയെ ഒരു സുഖിപ്പിക്കുന്നത്. മോനെയും കൂട്ടിപ്പോയി മോഹൻലാലിന്റെ ഒരു സെൽഫി എടുത്ത് അങ്ങനെ നടക്കുകയാണ്. ഒരു ഡേറ്റ് വേണം, അതിന് ആന്റണി കനിയണം. പക്ഷേ സുരേഷ് കുമാർ ആരാ? മാമാപ്പണി ചെയ്ത് പണച്ചാക്കുകളുടെ കാശ് കൊണ്ട് സിനിമ പിടിച്ച ആളല്ല സുരേഷ് കുമാർ. എനിക്കതാണ് സുരേഷ് കുമാറിനെ ഞാൻ ആണെന്ന് എപ്പോഴും പറയുന്നത്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ പ്രസിഡന്റിന്റെ അഭാവത്തിൽ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിന് നേതൃത്വം നൽകി തീരുമാനമെടുത്തിട്ട് അത് പത്രക്കാരുടെ മുന്നിൽ ബ്രീഫ് ചെയ്തു എന്നൊരു കുറ്റം മാത്രമേ സുരേഷ് കുമാർ ചെയ്തിട്ടുള്ളൂ. ഷൂട്ടിംഗ് നടക്കുന്ന മമ്മൂട്ടിയുടെ സിനിമയുടെ സെറ്റിൽ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ടില്ല ഒരിക്കലും സുരേഷ് കുമാർ. ഷൂട്ടിംഗ് തടയാനായിട്ട് നിന്നിട്ടേ ഇല്ല. സെറ്റിലോടുന്ന കാറിന്റെ ബ്രേക്ക് പൊട്ടിച്ച് ശ്രീനിവാസൻ അഭിനയിക്കുന്ന സിനിമയുടെ സെറ്റിൽ സമരം നടത്തിയ ആളുമല്ല സുരേഷ് കുമാർ. എനിക്ക് ദിലീപ് ഡേറ്റ് തന്നില്ലെങ്കിൽ ദിലീപ് ഡേറ്റ് നൽകുന്ന സംവിധായകരേക്ക് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്തിട്ടാണ്
ഡേറ്റ് ഒപ്പിക്കുന്നതെന്ന് പ്രസംഗിച്ച ആളുമല്ല സുരേഷ് കുമാർ. 3 വെള്ളിയാഴ്ചയായുള്ളൂ ആന്റണി മോഹൻലാലിന്റെ എന്താ പറയുക അന്തകനും MD യും PS ഒക്കെ ആയിട്ട്. ആര് മറന്നാലും മോഹൻലാൽ അത് ഓർക്കണമായിരുന്നു. ആരെ എന്തു പറഞ്ഞാലും സുരേഷിനെ പറ്റി പറയരുതെന്ന് മോഹൻലാൽ ആന്റണിയോട് പറയണമായിരുന്നു. അങ്ങനെ പറയരുതേ മോനെ, സുരേഷിനെ പറയരുതേ, വന്ന വഴി മറക്കാൻ എനിക്ക് പറ്റില്ല, നീ അതുകൊണ്ട് അവനെ പറയരുതെന്ന് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം മോഹൻലാലിനുണ്ടായിരുന്നു. മോഹൻലാലിന്റെ സിനിമാ യാത്രയ്ക്ക് മോശമല്ലാത്ത പങ്കുവഹിച്ച ആളാണ് സുരേഷ് കുമാർ. വല്ല ഭാനുപ്രകാശുമാർ എഴുതി കൊടുക്കുന്നത് എടുത്തു വെച്ച് FB പോസ്റ്റ് ചെയ്ത് സുരേഷ് കുമാറിനെ പോലുള്ളവരെ കളിയാക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ആന്റണിയോട് മോഹൻലാൽ പറയണമായിരുന്നു എനിക്കൊന്ന് വായിക്കാൻ തരണം. മര്യാദയുണ്ടെങ്കിൽ ഇന്നലെകൾ ഓർക്കുന്ന നന്ദിയുള്ള മനുഷ്യനാണെങ്കിൽ മോഹൻലാൽ അത് പറയണമായിരുന്നു. മഹാഭാരത യുദ്ധം ശകുനിമാരെ മുന്നിൽ നിർത്തി വെട്ടിക്കയറിയ കളിയായിരുന്നു, അതുപോലത്തെ ആണ് ഇവിടെ നടക്കുന്നത്, അത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആന്റണി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് തീരെ മുമ്പ് 2 നായകന്മാർ പിന്തുണ പ്രഖ്യാപിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുത്തൻ അണ്ണ കലക്കി, മറ്റൊരുത്തൻ ഷെയർ ചെയ്തു. ആന്റണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോടികൾ പ്രതിഫലം വാങ്ങിയിട്ട് സ്വന്തം ടൂളായ ശരീരം റെഡിയാക്കാൻ വരുന്ന എന്താ പറയുക ബോഡി ബിൽഡേഴ്സ് കൊണ്ടു നടക്കുന്ന ഒരുത്തമുണ്ടല്ലോ, ഈ അണ്ണ വിളിച്ചവൻ. എന്നിട്ട് പ്രൊഡ്യൂസർമാരുടെ ചെലവിൽ സ്വന്തം ശരീരം നന്നാക്കുന്നവനാണ് ഇറങ്ങിയിരിക്കുന്നത് സുരേഷ് കുമാറിനെ ആക്കാനായിട്ട് ആന്റണിക്ക് പിന്തുണയും പ്രഖ്യാപിച്ചിട്ട്. പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മൂർഖന് എരിടാ സൗഖ്യമാന്ന് ചോദിക്കാം. ഒരു നാൾ പരമശിവൻ കുളിക്കാൻ പോകുമ്പോഴോ ചൊറിച്ചിൽ വരുമ്പോഴോ മൂർഖനെടുത്ത് താഴെ വയ്ക്കും. അന്ന് ഗരുഡൻ വേണ്ട, പരുന്ത് വന്ന് റാഞ്ചിക്കൊണ്ടു പോവും എന്നതാണ് ചരിത്രം, അത് മറക്കണ്ട. അതിനു മുന്നേ കഴുത്തിൽ മൂർഖൻ നീലകണ്ഠനെ കുരുക്കുമോ എന്നും നമുക്ക് നോക്കാം, പാർக்கலாம். എനിക്ക് അതിനേക്കാളും രസം തോന്നിയത് എൻ്റെ സുഹൃത്തായ സംവിധായകനും നിർമ്മാതാവും വിതരണക്കാരനും തിരക്കഥാകൃത്തുമൊക്കെ ജോസ് തോമസ്. അദ്ദേഹം പറയുന്നത് നിർമ്മാതാക്കളുടെ പണം ദുർവിനിയോഗം ചെയ്യുന്ന ഒരാളും സിനിമയിൽ ഉണ്ടാവരുത്. ന്യായം. ഒരു പടം വിജയിച്ചാൽ 1-1.5 കോടിയും പ്രതിഫലം ചോദിക്കുന്ന ചില സംവിധായകരുണ്ട് എങ്കിൽ അവരെ വെച്ച് സിനിമ ചെയ്യേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയാ. കാരണം കാപ്പ എന്ന് പറഞ്ഞ പടം സംവിധാനം ചെയ്യാൻ ആദ്യം നിശ്ചയിച്ചിരുന്ന ആൾ 1 കോടി ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിട്ട് അതിൻ്റെ 4-1 തോക്കി ഷായി കൈലാസിനെ കൊണ്ട് കാപ്പ ചോദിച്ചു തിരക്കഥാ യൂണിയൻ. അതുപോലെ ചെയ്യിക്കാം. എന്തിനാ നിങ്ങൾ ഈ 1.5 കോടിക്കാരൻ്റെ പിന്നാലെ പോകുന്നത്, ചാനൽ ക്യാമറയിൽ പരാതി പറയുന്നത് എന്ന് ജോസ് തോമസ് ചോദിക്കും. ചായക്കട തുടങ്ങാൻ പോകുന്നവൻ അത് വിജയിക്കുമോ എന്ന് പഠിച്ചിട്ടില്ലേ തുടങ്ങുകയുള്ളൂ എന്നാണ് ജോസ് തോമസ് പറയുന്നത്. ഒന്നും അറിയാതെ സിനിമ പിടിക്കാൻ വരുന്നവരുടെ കാശ് പോട്ടെ എന്നാണ് ജോസ് തോമസ് പറയുന്നത്. അങ്ങനെ പറയരുത് ജോസ് തോമസ്. എല്ലാവരും സിനിമ ഓടാൻ വേണ്ടി എടുക്കാനാണ് വരുന്നത്, അല്ലാതെ പെണ്ണുങ്ങളെ കിട്ടുമെന്ന് അന്വേഷിച്ച് മാത്രമല്ല ജോസ് തോമസ് മനസ്സിലാക്കുന്നത്. പ്രശസ്തി കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടുമല്ല. എല്ലാവരും സിനിമ എടുക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ മുതൽ KS ഗോപാലകൃഷ്ണൻ വരെ സിനിമ എടുക്കുന്നത് ഓടാൻ തന്നെയാണ്. പക്ഷെ ചിലത് ഓടും, ചിലത് ആവറേജ് ആവും, ചിലത് ദയനീയ പരാജയമായി. അതുകൊണ്ട് എല്ലാം പഠിച്ചിട്ടേ സിനിമ എടുക്കാൻ വരാവൂ, അങ്ങനെ വരാത്തവരുടെ പൈസ പോട്ടെ എന്നൊന്നും ജോസ് തോമസ് പറയരുത്. പണം മുടക്കുന്നവൻ എത്ര ബിസിനസ് നടക്കും, തിയേറ്ററിൽ ഇത് ഓടുമോ, ഇതിൻ്റെ കഥ എന്താണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് ജോസ് തോമസ് പറയുന്നു. ന്യായമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. പഴയകാല നിർമ്മാതാക്കൾ എല്ലാത്തിലും ഇടപെടും. കഥ എങ്ങനെ വേണം, ഏത് താരങ്ങൾ വേണം, ഇന്ന് നിർമ്മാതാക്കൾ കാണികളായി നിൽക്കുകയാണ്. അത് തന്നെയാണ് ക്യാഷ്യറായി നിൽക്കുന്നു എന്ന് സുരേഷ് കുമാർ പറഞ്ഞത്. ശരിയായ ഹോംവർക്ക് ചെയ്യാതെ, സിനിമ പഠിക്കാതെ സിനിമ പിടിക്കാൻ വരുന്നതിൻ്റെ അപാകതകളാണ് ചിലർ കബളിപ്പിക്കും. ഇത്ര ബിസിനസ് നടക്കും, ഇത്ര മുടക്കിയാൽ ഇത്രയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചാടിക്കുന്നവരും ഉണ്ടെന്ന് ജോസ് തോമസ് അംഗീകരിക്കും. രജിസ്റ്റർ ചെയ്യാൻ വരുമ്പോൾ നിർമ്മാതാക്കൾ പഠിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറയുന്ന വേറൊരു. പക്ഷേ വേറൊരു പരാതി എന്താണെന്നറിയോ, ഫിലിം ചേംബറിൽ ബുക്ക് ചെയ്യാൻ ചെന്നാൽ, പടത്തിൻ്റെ ബാനറും ടൈറ്റിലും ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ ചെന്നാൽ ഈ സിനിമ നിങ്ങൾ എടുക്കരുത്, ഇത് ഓടരുത് എന്ന് പറഞ്ഞ് പുതുതായി വരുന്ന സംവിധായകരെയൊക്കെ ഭാവി തുലയ്ക്കുന്നു എന്ന് പരാതി പറയുന്നതും സംവിധായകരാണ് എന്നുള്ളതാണ് രസം. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നത് 4 കോടിക്ക് പടം തീർക്കാമെന്ന് പറഞ്ഞ് 20 കോടിയായി നിർമ്മാതാവിൻ്റെ കുഴപ്പമാണ് അതെന്നാണ് അദ്ദേഹം പറയുന്നത്. നിർമ്മാതാക്കൾ ഞാൻ കേട്ട് പടം തുടങ്ങി പകുതി ആവുമ്പോൾ ഇനി വീടിൻ്റെ സെറ്റൊന്നും ഇടാൻ പറ്റില്ല, നിങ്ങൾ 4 ദിവസം കൊണ്ട് ഈ പടം തീർക്കണമെന്ന് പറയാൻ പറ്റുമോ? ജോസ് തോമസ് ആണെങ്കിൽ ചെയ്തു കൊടുക്കുമോ? പെട്ടുപോകുന്നതാണ് ജോസ് തോമസേ. അതുകൊണ്ട് നിർമ്മാതാക്കൾക്ക് 4 കോടി ചെയ്യാമെന്നുകൊണ്ട് 20 കോടി ആയാൽ ഒന്നും മിണ്ടാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും തീർത്ത് പണ്ടാരമടങ്ങാൻ എന്ന് പറഞ്ഞ് ചെയ്യാനേ പറ്റൂ. ഒരു സംവിധായകനെ, ഒരു ആർട്ട് ഡയറക്ടറെ ഫിക്സ് ചെയ്യുമ്പോൾ ഓരോ കാര്യവും കൃത്യമായി തീരുമാനിക്കണം. ഒരു സെറ്റ് ഇടണം,
എത്രയാ ചിലവെന്ന് ആർട്ട് ഡയറക്ടറോട് ചോദിക്കണം. കോസ്റ്റ് അറിഞ്ഞിട്ടേ ഞാൻ സെറ്റ് ഇടാൻ സമ്മതിക്കുമെന്ന് നിർമ്മാതാവ് പറയണം. അത് എല്ലാവർക്കും കഴിയില്ല ജോസ് തോമസ്. നിങ്ങൾക്ക് പറയാനൊക്കെ എളുപ്പമാണ് ക്യാമറയുടെ മുമ്പ് ഇരുന്ന്. പണം മുടക്കുന്നവൻ വെറുതെ പണം എണ്ണി കൊടുക്കാൻ ഇരിക്കുകയാണോ എന്നും ജോസ് തോമസ് ചോദിക്കും. ആ വരുന്ന നിർമ്മാതാവിൻ്റെ കുഴപ്പമാണെന്നാണ് ജോസ് തോമസ് പറയുന്നത്. ഇല്ല ജോസ് തോമസെ, ചാടിച്ചു കൊണ്ടുവന്ന് അയാൾ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ അയാൾക്കൊന്നും മിണ്ടാൻ പറ്റില്ല ജോസ് തോമസെ. അത് തീർക്കണ്ടേ. നിങ്ങൾ യാഥാർത്ഥ്യത്തെ കണ്ണടച്ച് കാണിക്കരുത്. കൃത്യമായ ധാരണയുള്ളവർക്ക് ഈ കുഴപ്പമൊന്നും സംഭവിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ജോസ് തോമസിന്റെ അറിവിലേക്ക് ഞാൻ പറയുന്നു, വായിൽ സ്വർണ്ണ കറണ്ടിയും കൊണ്ട് ജനിച്ച ആളായിരുന്നു കൺമണി ബാബു, ചെമ്മീൻ ബാബു. അദ്ദേഹം സിനിമ അറിഞ്ഞാത്തതുകൊണ്ടാണോ സിനിമ എടുത്ത് അവസാനം വാടക വീട്ടിൽ കിടന്ന് മരിക്കേണ്ടി വന്നത്? PKR പിള്ള, വെപ്രാളം പിള്ള എന്ന് പറയുന്ന വെപ്രാളം എന്ന് പറഞ്ഞ സിനിമയിലൂടെ തുടങ്ങി 365 ദിവസം ഓടിയ ചിത്രമടക്കം എടുത്ത പിള്ള സാറിന്റെ അവസാന കാലം എന്തായിരുന്നു എന്ന് ജോസ് തോമസിന് ഓർമ്മയില്ല. അദ്ദേഹത്തിന് സിനിമ അറിഞ്ഞാത്ത ആളാണ്. എത്ര കോടി രൂപയാണ് ഗുഡ് നൈറ്റ് മോഹൻ സിനിമയിൽ ഒഴുക്കി കളഞ്ഞത്? അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്? അല്ല, നമ്മൾ സിനിമാക്കാർ ചാടിച്ച് പറ്റിക്കുന്നതാണ് ജോസ് തോമസെ. യാഥാർത്ഥ്യ ബോധത്തോടെ അതിനെയൊക്കെ കാണും. എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയത് നിർമ്മാതാവ് സിയാദ് കോക്കറിനോടാണ്. സുരേഷ് കുമാറിനെ കൊത്തിപ്പറിക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്ന രാകേഷ് അടക്കം, ജനറൽ സെക്രട്ടറി ആണല്ലോ രാകേഷ്, പ്രസിഡന്റാണ് ആന്റോ അടക്കം 10-20 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരുണ്ടായിരുന്നിട്ട് ഒരു സിയാദ് കോക്കർ മാത്രമാണ് സുരേഷിന് വേണ്ടി സംസാരിച്ചത്. അതുപോലെ സിനിമാ നിർമ്മാതാക്കളെ തോണ്ടാൻ വരുന്നവർക്ക് മറുപടി പറയാൻ ആണൊരുത്തൻ സിയാദ് കോക്കർ മാത്രമേ രംഗത്തെത്തിയുള്ളൂ. സിനിമാ കാര്യം വല്ലതും പറയുവാനുണ്ടെങ്കിൽ ഭാര്യയോടോ മക്കളോടോ പോയി പറയാൻ നമ്മുടെ മര്യാദ രാമനായ തുണി കൊടുക്കാൻ നടക്കുന്ന ഒരുത്തുണ്ടല്ലോ വിനായകൻ, അവൻ പറഞ്ഞതിന് മറുപടി സിയാദ് പറഞ്ഞത്, ആരോട് എന്ത് പറയണമെന്ന് വിനായകൻ പഠിപ്പിക്കണ്ട എന്നാണ് സിയാദ് പറഞ്ഞത്. തുണി പൊക്കി കാണിക്കുന്നതും അശ്ലീലം പറയുന്നതും അല്ല സിനിമാ നിർമ്മാണം എന്നും സിയാദ് കോക്കർ പറഞ്ഞു. അഭിനയിച്ച് നിർമ്മിച്ച് സംവിധാനം ചെയ്ത് പടം ഇറക്കിക്കളയുമെന്നാണ് വിനായകൻ സാർ പേടിപ്പെടുത്തുന്നത്. അങ്ങനെ ചെയ്യണം എന്നാണ് സത്യത്തിൽ എനിക്ക് വിനായകനോട് പറയാനുള്ളത്. കാരണം അപ്പോഴേ കാശ് മുടക്കുന്നതിൻ്റെ വേദന വിനായകന്മാർക്ക് മനസ്സിലാവും. ആ നല്ല ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. സുരേഷ് കുമാർ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായി കൂടെ തന്നെ ഉണ്ടാവുമെന്ന് അസന്നിഗ്ധമായി സിയാദ് കോക്കർ പറഞ്ഞു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലെ ട്രോൾ കണ്ട് ഭയക്കുന്നവരല്ല ഞങ്ങൾ, ആരോട് എന്ത് പറയണമെന്ന് താൻ പഠിപ്പിക്കണ്ട എന്നും വിനായകനോട് കോക്കർ പറയുന്നു. വടി കൊടുത്ത് അടി വാങ്ങിക്കാൻ വിനായകൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മലയാള സിനിമയിൽ. താനൊരു സിനിമ എടുത്ത് കാണിക്കും, എന്നിട്ട് വീമ്പിളക്കൂ എന്നും സിനിമയിൽ അഭിനയിക്കാനും സിനിമ നിർമ്മിക്കാനും പ്രായം ഒരളവുകോലാണെങ്കിൽ ഇന്നത്തെ മലയാള സിനിമയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നും ഞാൻ പറയണ്ടല്ലോ എന്നും കോക്കർ വിനായകനോട് പറയുന്നു. നിർമ്മിക്കുന്ന സിനിമ വിജയിച്ചില്ലെങ്കിൽ പ്രേക്ഷകരെ തുണിപൊക്കി കാണിക്കാതെ വിനായക എന്നൊരു ഉപദേശം കൂടി സിയാദ് കോക്കർ വിനായകന് നൽകുന്നുണ്ട്. ഒപ്പം ആന്റണിക്കും സിയാദിനോട് പറയാനുണ്ട്. സിനിമാ സമരം, താരങ്ങളുടെ പ്രതിഫലം തുടങ്ങിയ വിഷയങ്ങളിൽ ആന്റണിയുടെ പ്രതികരണം വൈകാരികമാണെന്നും സുരേഷ് കുമാർ പറഞ്ഞ കണക്കുകൾ സത്യമാണെന്നും കോക്കർ പറയുന്നു. ആന്റണി പറയുന്നതിൽ ഒരു കാര്യവുമില്ല. സിനിമാ സമരം എന്നത് സർക്കാരിനെതിരെയാണ്. താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യമൊക്കെ പിന്നാലെ വരുന്നതാണ്. കൂടുതൽ ലാഭവിഹിതം കൊണ്ടുപോകുന്നത് സർക്കാരാണ്, അതാണ് പ്രധാനം. ആന്റണിയെ മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, വരാമായിരുന്നു, അഭിപ്രായം പറയാമായിരുന്നു. മാറിയിരുന്ന് ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാണ് കോക്കർ പറയുന്നത്. അവിടെയാണ് കണ്ണദാസൻ പറഞ്ഞത് പരശുവൻ കഴുത്തിലിരുന്ന് പാമ്പ് ചോദിച്ച കഥ. ഞാനായാലും സുരേഷ് കുമാർ ആയാലും ആന്റണിയുമായി വളരെയധികം ബന്ധമുള്ളവരാണ്. സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. 100 കോടി എന്നത് പലരും തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്ന കാര്യമാണ്. ഗ്രോസ് കളക്ഷനാണ് 100 കോടി ക്ലബ്ബ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പല നിർമ്മാതാക്കളും ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കാതെ സംസാരിക്കുന്നതും പ്രൊഡക്ഷന് വരുന്നതും. അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്നാണ് കോക്കർ ചോദിക്കുന്നത്. സുരേഷ് കുമാർ വീണ്ടും പറയുന്നു, ഒരു പടം വിജയമായാൽ താരങ്ങൾ പ്രതിഫലം ഇരട്ടിയാക്കുന്നു, അടുത്ത പടം പൊട്ടിയാൽ പ്രതിഫലം കുറയ്ക്കുന്നില്ല. 100 കോടി ക്ലബ്ബ്, പാൻ ഇന്ത്യൻ എന്നൊക്കെ ടാഗ് ചെയ്ത് വീരവാദങ്ങൾ മാത്രം പറയും. ഒരു ഔദാര്യം പോലെയാണ് കോടികൾ വാങ്ങിയിട്ട് ഡേറ്റ് തരുന്നതിനെ കുറിച്ച് ചിലർ പറയുന്നത്. നിർമ്മാതാവിനെ ക്യാഷ്യറാക്കി മാറ്റുന്നു, ഒരു വിലയും ഇല്ലാത്തവനാക്കുന്നു. യഥാർത്ഥ കണക്ക് പുറത്തു പറഞ്ഞാൽ താരം നിർമ്മാതാവിനെ ചീത്ത വിളിക്കും. അതുകൊണ്ടാണ് പല നിർമ്മാതാക്കളും പുറത്തു പറയുന്നത്. എൻ്റെ പടത്തിന് ഇത്ര രൂപ കിട്ടി, അല്ലെങ്കിൽ ഇത്ര രൂപ ചിലവായി, ഇത്ര രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ താരം ചീത്ത വിളിക്കും. നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും വിതരണക്കാരുമുള്ള മീറ്റിംഗിൽ കണക്ക് വെച്ച് ചർച്ച ചെയ്താണ് ഏതാണ്ട് 100 കോടി ക്ലബിൽ വന്ന സിനിമ എന്ന് വെല്ലുവിളിച്ചത്. ഏതാണ് പറ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. എല്ലാം പെരിപ്പിക്കുന്നതാണ്. ഗ്രോസ് കളക്ഷനെയാണ് 100 കോടി കിട്ടി എന്ന് പറയുന്നത്.
100 കോടി ഗ്രോസ് വന്നാൽ നിർമ്മാതാവിന് 30 കോടിയെ കിട്ടൂ. 30 കോടി സർക്കാർ ടാക്സ് പോവും. 55% തിയേറ്ററിന് പോവും. പിന്നെ UFO അടക്കമുള്ളവർക്ക് ഫീസ് അടയ്ക്കണം. പബ്ലിസിറ്റിയും ഒക്കെ പോയാൽ എത്ര കിട്ടുമെന്ന് നിർമ്മാതാക്കൾ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ താരങ്ങൾ ചിന്തിക്കുന്നില്ല എന്നാണ് സുരേഷ് കുമാർ പറയുന്നത്. വെള്ളിത്തിര എന്ന പേരിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകും. മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ അതിലൂടെ പുറത്തുവിടും. ഓരോ മാസവും റിലീസ് ചെയ്യുന്ന സിനിമകളുടെ കണക്ക് പുറത്തുവിടും. എല്ലാ മാസവും റിലീസുകളുടെ അവലോകനവും ഇതിലുണ്ടാവും. കൂടുതൽ ജാട കാണിച്ചാൽ താരങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്ന യഥാർത്ഥ പ്രതിഫലവും കണക്കുകളും ഞങ്ങൾ പുറത്തുവിടുമെന്നാണ് സുരേഷ് കുമാറിന്റെ ഒരു ഭീഷണി. പിന്നെ എങ്ങനെ ഈ താരങ്ങൾ സുരേഷ് കുമാറിനെ തള്ളക്കി വിളിക്കാതിരിക്കും? ഇപ്പോ 30 കോടി വാങ്ങിക്കുന്നവൻ 10 കോടി വൈറ്റ് മണി ആയിട്ട് എഴുതുമോ? എഴുതില്ല. ഓവർസീസ് റൈറ്റ് വാങ്ങിച്ചാലേ ഇവിടെ ടാക്സ് കൊടുക്കണ്ടല്ലോ, NRI ആയി മാറും. സുരേഷ് കുമാറെ, നിങ്ങൾ പറയുന്ന ഈ വെള്ളിത്തിരയ്ക്ക് 100% പിന്തുണ ഞാൻ പ്രഖ്യാപിക്കും. ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലവും ഓവർസീസ് റൈറ്റും വാങ്ങിക്കൊണ്ട് പോകുന്നു. വലിയ താരങ്ങൾക്ക് ഓവർസീസ് റൈറ്റ് 5-6 കോടി രൂപ കിട്ടും. അത് അവരെടുക്കും. മോശം പടമായാലും താരത്തിൻ്റെതാണെങ്കിൽ 2 കോടി രൂപയെങ്കിലും കിട്ടും. പൊട്ടിയ നിർമ്മാതാവിന് എന്ത് കിട്ടും എന്ന് കേട്ടാൽ വാടക വീട്ടില് അല്ലെങ്കിൽ തൊഴുത്തി കിടക്കാം, അത്രേ കിട്ടും. അമ്മയുമായി ഇതൊക്കെ ചർച്ച ചെയ്യാമെന്ന് വെച്ചാൽ അവിടെ ആരുമില്ല. ഐഡന്റിറ്റി എന്ന ടൊവിനോ ചിത്രം 30 കോടി രൂപ ബജറ്റിട്ട് തുടങ്ങിയതാണ്. 3.5 കോടി രൂപയാണ് തിയേറ്ററിൽ കളക്ഷൻ ഉണ്ടായത് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പടത്തിന്. 2.5 കോടി ചെലവിട്ട ഒരുമ്പെട്ടവൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കിട്ടിയത്, തിയേറ്ററിൽ നിന്ന് കിട്ടിയത് 3 ലക്ഷം രൂപയാണ്. 28 സിനിമകളിൽ ആസിഫ് അലിയുടെ രേഖാചിത്രം 8.5 കോടി ബജറ്റിട്ട് ചെയ്തു. തിയേറ്ററുകളിൽ നിന്ന് മാത്രം 12.5 കോടി രൂപ കിട്ടി. സത്യസന്ധമായി സുരേഷ് പറയുകയാണ്. മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ് എന്ന് പറയുന്ന സിനിമ, ബേസിലിന്റെ പൊന്മാൻ, വിനീത് ശ്രീനിവാസന്റെ ഒരു ജാതി ജാതകം, തിയേറ്റർ ഷെയറും മറ്റ് കച്ചവടങ്ങളും ഒക്കെ ആയിട്ട് ഈ 3 സിനിമകളും മുടക്കുമുതൽ തിരിച്ചു പിടിച്ചു. സിനിമ നിർമ്മാണത്തിൽ 60% താരങ്ങളും സാങ്കേതിക പ്രവർത്തകരുടെയും പ്രതിഫലമായിട്ട് പോവാണ്. ബാക്കി 40%-ത്തിനാണ് സിനിമ തട്ടിക്കൂട്ടുന്നത് എന്നാണ് ലോകത്ത്. മലയാളത്തിൽ മാത്രമായിരിക്കും അങ്ങനെ ചെയ്യണേ. ജനുവരിയിൽ 28 സിനിമകൾ റിലീസ് ചെയ്തു. 12 അന്യഭാഷ സിനിമകളുണ്ടായി. ആവനാഴി എന്ന് പറഞ്ഞ പഴയകാല IVCC സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം റിലീസ് ചെയ്തു. മൊത്തം നഷ്ടം ഈ ജനുവരിയിൽ മാത്രം 110 കോടിയാണ്. കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറഞ്ഞ സിനിമ 2 കോടി രൂപയ്ക്ക് നിർമ്മിച്ചു. 1,25,000 രൂപ കളക്ട് ചെയ്തു. ID ദ ഫാക്ക് എന്ന് പറഞ്ഞ പടം 2 കോടി രൂപ ചെലവിട്ടു 1,50,000 രൂപ കളക്ട് ചെയ്തു. ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പടം 30 കോടി രൂപ ചെലവിട്ടു 3.5 കോടി രൂപ കളക്ട് ചെയ്തു. ദ മലബാർ ടൈൽസ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ ചെലവിട്ടു 50,000 രൂപ കിട്ടി. ഒരുമ്പെട്ടവൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് 2.5 കോടി 2.5 കോടി രൂപ ചെലവാക്കിയപ്പോൾ 3 ലക്ഷം രൂപ കിട്ടി. രേഖാചിത്രം 8.56 കോടി 8 കോടി 56 ലക്ഷം രൂപ ചെലവാക്കിയപ്പോൾ 12 കോടി 5 ലക്ഷം രൂപ തിയേറ്ററിൽ നിന്ന് കിട്ടി. എന്ന് സ്വന്തം പുണ്യാളൻ 8.7 കോടി ചെലവാക്കിയപ്പോൾ 1 കോടി 20 ലക്ഷം രൂപ കിട്ടി. പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ പടം 18 കോടി രൂപ ചെലവാക്കി 4 കോടിയാണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. ഇങ്ങനെ വേണമെങ്കിൽ മുഴുവൻ സിനിമകളുടെയും കണക്ക് ഇതിലുണ്ട്. 90 ലക്ഷം മുടക്കിയ ദേശക്കാരൻ എന്ന് പറഞ്ഞ പടത്തിന് കിട്ടിയ, കേരളത്തിൽ കേരള കളിച്ചപ്പോൾ കിട്ടിയത് 40,000 രൂപയാണ്. 20 ലക്ഷം രൂപ മുടക്കിയ എമറാൾഡ് എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയത് 20 ലക്ഷം രൂപയാണ്. അല്ല, 20,000 രൂപയാണ് 20 ലക്ഷം മുടക്കിയപ്പോൾ. 2 കോടി ചെലവിട്ട സൂപ്പർ ജിംനി എന്ന് പറഞ്ഞ പടം 15 ലക്ഷം രൂപ കൊണ്ട് തൃപ്തി അടഞ്ഞു. അതായത് 1 കോടി 85 ലക്ഷം രൂപ പോയി കിട്ടി. പ്രേക്ഷകർ ചോദിക്കുന്നത്, ഇപ്പൊ തുടങ്ങുന്ന സിനിമകൾക്ക് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ ക്വാളിറ്റി ഇല്ല. ബുദ്ധിജീവി സ്റ്റൈലിൽ പടം തീരും, പ്രേക്ഷകർക്കൊന്നും മനസ്സിലാകില്ല. സിനിമ നടന്മാർക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ കൊടുത്തിട്ട് അത് സാധാരണ കലാസ്നേഹികളിൽ നിന്ന് കൊള്ളയടിക്കാൻ നോക്കുന്നു. ചവറ് കാണാൻ വീട്ടിൽ OTTയിൽ കണ്ടാൽ പോരെ എന്ന് വേറൊരാൾ ചോദിക്കും. 30 മിനിറ്റിനുള്ളിൽ നിർത്തണമെന്ന് യൂട്യൂബ് ശക്തമായ നിർദ്ദേശം നൽകിയിട്ടും ഈ എപ്പിസോഡ് അല്പം നീണ്ടുപോയി എന്ന് തോന്നുന്നു. ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇതിനാരെങ്കിലുമൊക്കെ പ്രതികരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്കി അപ്പം പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.